الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها شيخ الإسلام محمد بن عبد الوهاب رحمه الله അദ്ദേഹത്തിന്റെ കിതാബ് തൗഹീദ് الذي هو حق الله على العبيد എന്ന ഗ്രന്ഥമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അവസാനമായി നാം സൂചിപ്പിച്ചത് ബാബു ദുആഇ ഇലാ ഷഹാദതി അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അധ്യായമാണ്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിലേക്കുള്ള ക്ഷണം, അതിലേക്കുള്ള പ്രബോധനം, അതിലേക്കുള്ള ദഅവത്ത്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാനിരിക്കുന്നത്. തൗഹീദ് മനസ്സിലാക്കിയ, തൗഹീദ് എന്ന വലിയ നിഅമത്തിനെ കുറിച്ച് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി ആ നിഅമത്തിനെ ശുക്ർ ചെയ്യുക, അതിന് നന്ദി കാണിക്കുക എന്ന അർത്ഥത്തിൽ ആ തൗഹീദിലേക്ക് ക്ഷണിക്കൽ അവന്റെ മേൽ അനിവാര്യമായ കാര്യമാണ്. പ്രത്യേകിച്ച് മുസ്ലിം ഉമ്മത്തിൽ, മുസ്ലിമീങ്ങളാണെന്ന് പറയപ്പെടുന്ന ആളുകളിൽ ശിർക്കിന്റെ ഒട്ടനവധി വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളും ബിദ്അത്തുകളും ഒക്കെ ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടും തൗഹീദിലേക്ക്, ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കൽ അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആളുകൾ, മുസ്ലിമീങ്ങളായ ആളുകൾ, അവർ ജാറങ്ങളിലും മക്ബറകളിലും പോയി അവിടെയുള്ള ആളുകളോട് സഹായം ചോദിക്കുന്ന, അവരിൽ ബലമേൽപ്പിക്കുന്ന, അവരെ ഭയപ്പെടുന്ന, അതുപോലെ ഏലസുകളും ഉറുക്കുകളും ഐക്കല്ലുകളും അതൊക്കെ ബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ള തവക്കുൽ അത് നഷ്ടപ്പെടുന്ന, അല്ലാഹു അല്ലാത്തവരെ ഭയപ്പെടുന്ന ആളുകൾ, ശകുനം നോക്കുന്ന, അത്തരത്തിലുള്ള അല്ലാഹു അല്ലാത്ത വസ്തുക്കളെ, അവയെ അഭൗതികമായി ഭയപ്പെടുന്ന ആളുകൾ, ഇത്തരത്തിൽ മുസ്ലിം ഉമ്മത്തിൽ ശിർക്ക് അത് അങ്ങേയറ്റം വ്യാപിക്കുകയും അത് ശക്തി പ്രാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം തൗഹീദിലേക്കുള്ള ദഅവത്തിന്റെ ആ ദഅവത്ത് കുറഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് തൗഹീദിലേക്കുള്ള പ്രബോധനം അത് കുറഞ്ഞ നാടുകളിൽ, കുറഞ്ഞ സ്ഥലങ്ങളിൽ ഈ ശിർക്കിന്റെ ആളുകൾ അവർ ശക്തി പ്രാപിച്ചതായി നമുക്ക് കാണാൻ കഴിയും. തൗഹീദിലേക്കുള്ള പ്രബോധനം അത് സജീവമായി, അത് കൃത്യമായി നിർവഹിക്കുന്ന നാടുകളിൽ ഇത്തരത്തിലുള്ള ശിർക്കിന്റെ പ്രവണതകൾ അത് വളരെ കുറച്ചാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതോടൊപ്പം ദീനിൽ നിന്നും മനുഷ്യരെ തെറ്റിക്കുന്ന മറ്റ് ഇതര പ്രസ്ഥാനങ്ങൾ അതും ഈ കാലഘട്ടത്തിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നാസ്തികമായ, ദീന് തന്നെ വേണ്ടതില്ല എന്ന് പറയുന്ന ലിബറൽ ചിന്താഗതിയുള്ള പ്രസ്ഥാനങ്ങൾ, അതിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന പ്രസ്ഥാനങ്ങൾ അതിന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം പേരുകളിൽ തന്നെ ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അവർ ഇന്ന് ജനങ്ങൾക്കിടയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ നാം നിൽക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ദീനിലേക്ക്, തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ളത് അതങ്ങേയറ്റം പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിക്കുകയുണ്ടായി. അവസാനമായി നാം പറഞ്ഞത് അള്ളാഹുവിലേക്ക് ദഅവത്ത് ചെയ്യുന്ന, അള്ളാഹുവിലേക്ക് പ്രബോധനം ചെയ്യുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിക്കുന്ന ഒരു വ്യക്തിക്ക് 5 വിശേഷണങ്ങൾ ഉണ്ടായിരിക്കണം. അതിൽ 2 നമ്മൾ വിശദീകരിച്ചു. ഒന്നാമത്തേത് അൻ തകൂന അലീമൻ, അവൻ ഇൽമുള്ളവനായിരിക്കണം. അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിക്കുന്നവൻ, തൗഹീദിലേക്ക് ക്ഷണിക്കുന്നവൻ, അവന് തൗഹീദ് എന്താണ് എന്ന് പഠിക്കണം. അവൻ ഇൽമുള്ള കാര്യത്തിലേക്കാണ് മറ്റൊരാളെ ക്ഷണിക്കേണ്ടത്. തനിക്കറിയാത്ത, തന്റെ പക്കലില്ലാത്ത ഒരു കാര്യത്തിലേക്ക് എങ്ങനെയാണ് ഒരാൾക്ക് ക്ഷണിക്കാൻ കഴിയുക? സമ്പത്തില്ലാത്തവന് അത് ദാനം ചെയ്യാൻ കഴിയില്ല എന്നതുപോലെ തൗഹീദ് എന്താണ് എന്ന് പഠിക്കാത്തവൻ, തൗഹീദ് അറിയാത്തവൻ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിബന്ധനകൾ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹയെ തകർത്ത് കളയുന്ന കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തവൻ അവനെങ്ങനെയാണ് തൗഹീദിന്റെ പ്രബോധകനാകാൻ കഴിയുക? ഒരിക്കലുമില്ല. അതുകൊണ്ട് തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ ഒന്നാമതായി അവർ അറിവുള്ളവരായിരിക്കണം. രണ്ടാമതായി അൻ തകൂന റഹീമൻ, അവൻ അങ്ങേയറ്റം റഹ്മത്തുള്ളവനായിരിക്കണം. അവൻ ആരെയാണോ ക്ഷണിക്കുന്നത് തന്റെ പ്രബോധിതരോട് അങ്ങേയറ്റം റഹ്മത്തുള്ള, കാരുണ്യമുള്ള ആളായിരിക്കണം.
താൻ ആരെയാണോ പഠിപ്പിക്കുന്നത്, താൻ ആരെയാണോ ക്ഷണിക്കുന്നത് അവരോട് റഹ്മത്തുള്ളവരായിരിക്കണം. കാരണം ഒരു പ്രബോധകനും തന്റെ പ്രബോധിതരും തമ്മിലുള്ള ബന്ധം അത് റഹ്മത്താണ്. അവരോട് റഹ്മത്തുള്ളത് കൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് അവൻ ക്ഷണിക്കുന്നത്. അവർ നരകത്തിൽ പെട്ടുപോകാതിരിക്കാൻ, അവർ അല്ലാഹുവിന്റെ അങ്ങേയറ്റത്തെ ശിക്ഷയ്ക്ക് വിധേയമാകാതിരിക്കാൻ, നരകത്തിൽ ശാശ്വതമാകുന്ന ശിർക്ക് എന്ന വലിയ പാപത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ അവരോട് റഹ്മത്തുള്ളത് കൊണ്ടാണ് ഈ തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന, ദീനിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ അവർ അതുകൊണ്ടാണ് ആ പ്രബോധനത്തിലേക്ക് അവർ മുന്നിടുന്നത്. അതുകൊണ്ട് ദാഇമാർ, പ്രബോധകന്മാർ അവർ റഹ്മത്തുള്ളവരായിരിക്കണം. ഈ രണ്ട് വിശേഷണത്തെ കുറിച്ചാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ ഹും അഅറഫു നാസി ബിൽ ഹഖ്. ജനങ്ങളിൽ സത്യം, ഹഖ് അത് ഏറ്റവും നന്നായി അറിയുന്നവർ, ആ സത്യം ഏറ്റവും നന്നായി മനസ്സിലാക്കിയവർ അത് അഹ്ലുസ് സുന്ന വൽ ജമാഅയാണ്. വഹും അർഹമുൻ നാസി ബിൽ ഖൽഖ്. ജനങ്ങളോട് അങ്ങേയറ്റം റഹ്മത്തുള്ളവർ അതും അഹ്ലുസ് സുന്ന വൽ ജമാഅയാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. മൂന്നാമത്തെ വിശേഷണമാണ്, ഒരു പ്രബോധകൻ ഉണ്ടായിരിക്കേണ്ട മൂന്നാമത്തെ ഗുണമാണ് അൻ തകൂന ഹകീമൻ. അവൻ ഹകീമായിരിക്കണം, ഹിക്മത്തുള്ളവനായിരിക്കണം. യുക്തിയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന, യുക്തിയോടുകൂടി പ്രബോധനം ചെയ്യുന്നവനായിരിക്കണം. എല്ലാ ആളുകളോടും ഒരേ സമീപനമല്ല ഒരു പ്രബോധകൻ സ്വീകരിക്കേണ്ടത്. മുസ്ലിമായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന പുതിയ ആളുകൾ ഉണ്ടാകും. അവരോട് ഇസ്ലാമിന്റെ കാര്യങ്ങൾ പറയേണ്ടത് മറ്റുള്ള മുസ്ലിമീങ്ങളോട് പറയുന്ന രൂപത്തിലല്ല. അതുപോലെ തന്നെ ചെറിയ മക്കളോട് പറയുന്ന രൂപത്തിലല്ല വലിയ ആളുകളോട് പറയേണ്ടത്. ഓരോ ആളുകളോടും അവരുടെ ഗ്രാഹ്യതക്കനുസരിച്ച് അതിനനുസരിച്ചാണ് നമ്മൾ പ്രബോധനം ചെയ്യേണ്ടത്, അവരെ ദീനിലേക്ക് ക്ഷണിക്കേണ്ടത്. എന്നാൽ ഹിക്മത്തില്ലാതെ, ഇത്തരത്തിൽ യുക്തിയില്ലാതെ, യുക്തിദീക്ഷയില്ലാതെ പ്രബോധനത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ആളുകൾ അവർ നന്മകളെക്കാൾ കൂടുതൽ ഫിത്നകളായിരിക്കും കൊണ്ടുവരിക എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ. റസൂലിനോട് അല്ലാഹു പറയുകയാണ്, ഉദ്ഉ ഇലാ സബീലി റബ്ബിക, താങ്കളുടെ റബ്ബിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുക. ബിൽ ഹിക്മ, ഹിക്മത്തോടുകൂടി, യുക്തിയോടുകൂടി താങ്കൾ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുക. അപ്പോൾ നാം ആരെയാണോ പ്രബോധനം ചെയ്യുന്നത് അവരുടെ അവസ്ഥകൾ നാം പരിഗണിക്കണം. ചിലപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന വ്യക്തിയായിരിക്കും, അദ്ദേഹം കൂടുതലായി ദീനിനെ കുറിച്ചൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. അത്തരത്തിലുള്ള ആളുകൾ, അവരിൽ നിന്ന് തെറ്റുകൾ കാണുമ്പോൾ അതിനെ നമ്മൾ മാറ്റേണ്ട രീതിയുണ്ട്. അവരോട് നമ്മൾ ദഅവത്ത് ചെയ്യേണ്ട ഒരു മാർഗമുണ്ട്. അതൊക്കെ നമ്മൾ നന്നായി പാലിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതല്ലാതെ എല്ലാവരോടും ഒരേ രൂപത്തിലായിരിക്കാൻ പാടില്ല. അത് പ്രബോധകന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇതിൽ വലിയ പാഠമാണ് നമുക്കുള്ളത്. മഹാനായ മുആവിയത്ത് ബിൻ ഹകം അസ്സുലമി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമസ്കരിക്കുകയായിരുന്നു. ഇദ് അതസ റജുലുൻ മിനൽ ഖൗം. നമസ്കരിക്കുന്ന വേളയിൽ ഒരാൾ നിസ്കാരത്തിൽ അയാൾ തുമ്മുകയുണ്ടായി. ആ സന്ദർഭത്തിൽ ഫഖുൽതു, ഞാൻ അയാൾ തുമ്മിയ സന്ദർഭത്തിൽ അയാൾ അൽഹംദുലില്ലാ പറഞ്ഞു. ആ സന്ദർഭത്തിൽ ഞാൻ അതിന് മറുപടി എന്നോണം യർഹമുകല്ലാഹ് എന്ന് നിസ്കാരത്തിൽ ഞാൻ സംസാരിച്ചു, ഞാൻ അതിന് മറുപടി കൊടുത്തു. ഫറമാനിൽ ഖൗമു ബിഅബ്സാരിഹിം. ഞാനിത് മറുപടി കൊടുത്തപ്പോൾ ആളുകളൊക്കെ എന്നെ തുറിച്ചു നോക്കാൻ തുടങ്ങി. അവരവരുടെ കണ്ണുകൾ കൊണ്ട് അവരെന്നെ തുറിച്ചു നോക്കാൻ തുടങ്ങി. ഞാൻ അവരോട് ചോദിച്ചു, മാ ശഅനുക്കും, എന്താണ് നിങ്ങളുടെ കാര്യം? തൻദുറൂന ഇലയ്യ, നിങ്ങൾ എന്തിനാണ് എന്നിലേക്ക് ഇങ്ങനെ നോക്കുന്നത്? അയാൾ നിസ്കാരത്തിൽ സംസാരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ സഹാബത്തൊക്കെ അവരുടെ തൊടകളിൽ കൈകൊണ്ട് ഇങ്ങനെ അടിച്ചു, അയാളോട് മിണ്ടാതിരിക്കാൻ വേണ്ടി പറയുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം മിണ്ടാതിരുന്നു. അയാൾ നമസ്കരിച്ചു കഴിഞ്ഞു. എല്ലാവരും നമസ്കാരം കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് ഉപദേശം നൽകുകയാണ്. അദ്ദേഹം പറഞ്ഞതായി കാണാം, മാ റഅയ്തു മുഅല്ലിമൻ ഖബ്ലഹു വലാ ബഅദഹു അഹ്സന തഅലീമൻ മിൻ. ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ, ഇതിനു മുൻപോ അതിനുശേഷമോ റസൂലിനെ പോലെ ഒരു മികച്ച അധ്യാപകനെ, ഒരു നല്ല അധ്യാപകനെ ഞാൻ കണ്ടിട്ടില്ല. ഫവല്ലാഹി, അല്ലാഹുവാണ് സത്യം, മാ കഹറനി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ പേടിപ്പിച്ച് വിരട്ടിയില്ല. വലാ ദറബനി, എന്നെ അവിടുന്ന് അടിച്ചില്ല, ദ്രോഹിച്ചില്ല. വലാ ശതമനി, എന്നെ ചീത്ത പറഞ്ഞില്ല, ഒന്നും ചെയ്തില്ല. മറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ഹാദിഹി സ്വലാത ലാ യസ്ലുഹു ഫീഹാ ശൈഉൻ മിൻ കലാമിൻ നാസ്. ഇത് നമസ്കാരമാണ്. നിസ്കാരത്തിൽ ജനങ്ങളോടുള്ള സംസാരം അതിന് യോജിച്ച സ്ഥലമല്ല അത്. ഇന്നമാ ഹുവ തസ്ബീഹു വത്തക്ബീറു വഖിറാഅത്തുൽ ഖുർആൻ. നിസ്കാരം എന്ന് പറയുന്നത് അതിൽ തസ്ബീഹുകളും തക്ബീറുകളും അതുപോലെ ഖുർആൻ പാരായണവും അതൊക്കെ അടങ്ങിയതാണ് നിസ്കാരം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ തിരുത്തിയ ആ രീതി നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് അറിയില്ല, അറിയാത്ത വ്യക്തിയാണ്. അപ്പോൾ അറിയാത്ത ഒരാളോട് എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്?
ആ യുക്തി, ആ ഹിക്മത്ത് എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്ന പാഠമാണ് ഈ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. മറ്റൊരു സംഭവം നമ്മൾ ധാരാളം തവണ കേട്ടതായിരിക്കും. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഞങ്ങൾ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പള്ളിയിൽ ഇരിക്കുകയാണ്. ഇദ് ജാഅ അഅറാബിയുൻ, ആ സന്ദർഭത്തിൽ പള്ളിയിലേക്ക് ഒരു അറാബിയായ, ഒരു കാട്ടറബിയായ ഒരാൾ കടന്നു വന്നു. എന്നിട്ടോ ഫഖാമ യബൂലു ഫിൽ മസ്ജിദി, അദ്ദേഹം പള്ളിയുടെ ഒരു ഓരത്ത്, പള്ളിയുടെ ഒരു ഭാഗത്ത് പോയി അദ്ദേഹം മൂത്രിക്കുകയുണ്ടായി. ആ സമയത്ത് ആ പള്ളിയിൽ തടിച്ചുകൂടിയ സഹാബത്ത് അദ്ദേഹത്തെ വിലക്കുകയാണ്, ആ മൂത്രിക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തെ വിലക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തുസ്രിമൂഹു ദഊഹു ഫതറകൂഹു ഹത്താ ബാല, നിങ്ങൾ അദ്ദേഹത്തെ വെറുതെ വിട്ടേക്കുക, അദ്ദേഹം മൂത്രിച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി അവരെ വിലക്കുകയാണ്. അങ്ങനെ ആ വ്യക്തി അദ്ദേഹം മൂത്രിച്ച് കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഇന്ന ഹാദിഹിൽ മസാജിദ ലാ തസ്ലുഹു ലിശൈഇൻ മിൻ ഹാദൽ ബൗലി വലൽ ഖദർ, പള്ളികൾ അത് ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾക്കോ അതുപോലെ മൂത്രിക്കാനുള്ള സ്ഥലമൊന്നുമല്ല. ഇന്നമാ ഹിയ ലിദിക്രില്ലാഹി അസ്സ വജല്ല വസ്സലാത്തി വഖിറാഅത്തിൽ ഖുർആൻ, നമസ്കാരം, നിസ്കരിക്കാനും അതുപോലെ ദിക്ർ ചെയ്യാനും ഖുർആൻ പാരായണം ചെയ്യാനുള്ള സ്ഥലമാണ്, അതിനുള്ള ഇടമാണ് പള്ളികളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വ്യക്തിയെ, ആ കടന്നു വന്ന വ്യക്തിയെ മാന്യമായി വളരെ നല്ല രീതിയിൽ ഗുണകാംക്ഷയോടുകൂടി അവിടുന്ന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ബക്കറ്റിൽ വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ആ സ്ഥലത്ത് അത് ഒഴിക്കുകയും ചെയ്തു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് പെരുമാറിയിരുന്ന ആ രീതി, റസൂലുള്ളാഹി പ്രയോഗിച്ച ആ ഹിക്മത്ത്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും, അവര് പിന്നീട് നമസ്കരിക്കാൻ എഴുന്നേറ്റിരുന്നു. ആ സമയത്ത് നിസ്കാരത്തിൽ ഈ അഅറാബി, ആ പള്ളിയിൽ വന്ന് മൂത്രിച്ച അഅറാബി, അദ്ദേഹം നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മർഹംനി വർഹം മുഹമ്മദ വലാ തർഹം അഹദൻ മഅന, അല്ലാഹുവേ എനിക്കും മുഹമ്മദ് നബിക്കും നീ റഹ്മത്ത് ചെയ്യണമേ, അദ്ദേഹത്തിന്റെ കൂടെയുള്ള, ഞങ്ങളുടെ കൂടെയുള്ള മറ്റൊരാൾക്കും നീ റഹ്മത്ത് ചെയ്യരുതേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രബോധനത്തിന്റെ ആ ശൈലി അദ്ദേഹം ആകൃഷ്ടനാവുകയാണ്. മറ്റുള്ള ആ സഹാബത്ത് അദ്ദേഹത്തെ വിലക്കിയപ്പോൾ അദ്ദേഹത്തിന് അവരോടെന്തോ മനസ്സിൽ ചില പ്രയാസങ്ങൾ ഉണ്ടായത് കാരണം അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിക്കുകയുണ്ടായി. അങ്ങനെ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി ആ അഅറാബിയോട് പറഞ്ഞു, ലഖദ് തഹജ്ജർത വാസിഅ, അല്ലാഹുവിന്റെ വിശാലമായ റഹ്മത്തിനെ താങ്കൾ അത് ഇടുക്കിയിരിക്കുന്നു, അങ്ങനെ പ്രാർത്ഥിക്കേണ്ടതില്ല എന്ന നിലക്ക് അത് തിരുത്തി കൊടുക്കുകയുണ്ടായി എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ധാരാളം സംഭവങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിൽ അവിടുന്ന് ഹിക്മത്ത് പ്രയോഗിച്ച സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞതായി കാണാം, ഇന്നൽ റിഫ്ഖ ലാ യകൂനു ഫീ ഷൈഇൻ ഇല്ലാ സാനഹു വലാ യുൻസഉ മിൻ ഷൈഇൻ ഇല്ലാ ശാനഹു. റിഫ്ഖ് എന്ന് പറഞ്ഞാൽ സൗമ്യത, മൃദുലമായ സംസാരങ്ങൾ, മൃദുലമായ പെരുമാറ്റങ്ങൾ, അത് ഏതൊരു കാര്യത്തിലുണ്ടോ ആ കാര്യത്തെ അത് ഭംഗിയാക്കുന്നതാണ്. എന്നാൽ അത് ഏതൊരു കാര്യത്തിൽ നിന്ന് ഇല്ലാതായോ ആ കാര്യത്തെ അത് വിരൂപമാക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞതായി കാണാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മഹാനായ മൂസ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരനായ ഹാറൂൻ അലൈഹിസ്സലാം, അവരോട് ഇരുവരോടുമായി അല്ലാഹു പറയുന്നു, ഇസ്ഹബ ഇലാ ഫിർഔന ഇന്നഹു തഗാ, നിങ്ങൾ രണ്ടുപേരും ഫിർഔനിന്റെ അടുക്കലേക്ക് പോവുക, തീർച്ചയായും ആ ഫിർഔൻ അവൻ അതിക്രമം ചെയ്തിരിക്കുന്നു, അവൻ പരിധി വിട്ടിരിക്കുന്നു. ഫിർഔൻ അങ്ങേയറ്റത്തെ അതിക്രമകാരിയാണ്, ഞാനാണ് റബ്ബ് എന്ന് വാദിച്ചവനാണ്. വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ നദികൾ ഒഴുകുന്നത് അതെന്റെ കൈ കീഴിലൂടെയാണ് എന്ന് പ്രഖ്യാപിച്ച ധിക്കാരത്തിന്റെ കുഫറിന്റെ വർത്തമാനം പറഞ്ഞ ഫിർഔനിന്റെ അടുക്കലേക്ക് നിങ്ങൾ രണ്ടുപേരും പോവുക. എന്നിട്ടോ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശ, എന്നിട്ട് നിങ്ങൾ ഫിർഔനിനോട് സൗമ്യമായ വാക്കുകൾ നിങ്ങൾ അവനോട് പറയുക, അവൻ ഒരു വേള അവൻ ചിന്തിച്ച് മനസ്സിലാക്കുകയും അള്ളാഹുവിനെ ഭയപ്പെട്ടു എന്നു വന്നേക്കാം. അതുകൊണ്ട് സൗമ്യമായ വാക്കുകൾ നിങ്ങൾ അവരോട് പറയുക എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും, മഹാനായ യഹ്യ ബിൻ മുആദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അടുക്കൽ വെച്ച് ഒരു വ്യക്തി ഈ ആയത്തുകൾ ഓതുകയാണ്. ഫിർഔനിനോട് നിങ്ങൾ സൗമ്യമായ വാക്ക് പറയണം എന്ന ആയത്ത് യഹ്യ ബിൻ മുആദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരാൾ ഓതുകയുണ്ടായി, പാരായണം ചെയ്യുകയുണ്ടായി. ആ സന്ദർഭത്തിൽ ഫബകാ യഹ്യ ബിൻ മുആദ് റഹിമഹുല്ലാഹ് അദ്ദേഹം കരയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇലാഹി ഹാദാ റിഫ്ഖുക ബിമൻ യഖൂലു അനൽ ഇലാഹു
فكيف رفقك بمن يقول أنت الإله ഞാനാണ് ഇലാഹ് ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞവനോടുള്ള റബ്ബേ നിന്റെ റിഫ്ക് നിന്റെ സൗമ്യത ഇതാണെങ്കിൽ നീയാണ് ഇലാഹ് എന്ന് അംഗീകരിക്കുന്ന ആളുകളോട് നിന്റെ റിഫ്ക് എന്തായിരിക്കും നിന്റെ സൗമ്യത എന്തായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കരഞ്ഞതായി കാണാം. അതുകൊണ്ട് സൗമ്യതയും അവധാനതയും അതുപോലെ തന്നെ ക്ഷമയും റഹ്മത്തും ഇതെല്ലാം നമ്മുടെ ദഅവത്തിൽ ഉണ്ടാകണം. ഓരോ സന്ദർഭത്തിലും അതിനനുസരിച്ച് അത് പ്രയോഗിക്കുവാൻ ഹിക്മത്തോടുകൂടി അത് ഉപയോഗിക്കുവാൻ കഴിയുന്നവനായിരിക്കണം ദാഇ പ്രബോധകൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രബോധകൻ ഉണ്ടാകേണ്ട മൂന്നാമത്തെ വിശേഷണമാണ് അൻ തകൂന ഹകീമൻ, അവൻ ഹിക്മത്തുള്ളവനായിരിക്കണം. ആളുകൾ അറിവില്ലാതെ നിന്നെ എതിർക്കും. നീ ഹക്ക് പറയുമ്പോൾ അവർ അറിവില്ലാതെ നിന്നെ എതിർക്കും. അപ്പോൾ നീ വികാരത്തിൽ അടിമപ്പെട്ടുകൊണ്ട് അവരെ ചീത്ത പറയാൻ പാടില്ല. അതല്ലെങ്കിൽ അവർക്കെതിരെ കുത്തുവാക്കുകൾ പറഞ്ഞ് നീ അവരെ മൊത്തത്തിൽ ആക്ഷേപിക്കാൻ പാടില്ല. അതോടൊപ്പം അസൂയയോടുകൂടി നിന്നോട് പെരുമാറുന്ന ആളുകൾ ഉണ്ടാകും. അവരോടെല്ലാം അവർക്ക് യോജിച്ച രീതിയിലാണ് നമ്മൾ മറുപടി നൽകേണ്ടത്. അതാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ദഅവത്തിൽ പ്രബോധകൻ അവൻ ഹിക്മത്തുള്ളവനാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവന്റെ ദഅവത്തിൽ ഹിക്മത്തില്ലെങ്കിൽ അവൻ നന്മകളെക്കാൾ കൂടുതൽ ഷർറുകളാണ്, ഫിത്നകളാണ് ഈ നാട്ടിൽ കുഴപ്പങ്ങളാണ് ഉണ്ടാക്കുക എന്നുകൂടി പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഒരു പ്രബോധകൻ ഉണ്ടായിരിക്കേണ്ട നാലാമത്തെ വിശേഷണമാണ് അൻ തകൂന കരീമൻ, അവൻ കരീമായിരിക്കണം. കരീം എന്ന് പറഞ്ഞാൽ ധാരാളമായി ചെലവഴിക്കുന്നവൻ, നൽകുന്നവനായിരിക്കണം. അഥവാ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരു പ്രബോധകൻ, ഒരു ദാഇ, അവന്റെ സമയവും അവന്റെ സമ്പത്തും അവന്റെ അധ്വാനവും അതെല്ലാം ഈ മാർഗത്തിൽ ധാരാളമായി ചെലവഴിക്കേണ്ടതുണ്ട്. അതല്ലാതെ എന്റെ ജോലിയും എന്റെ തിരക്കുകളും എന്റെ മറ്റെല്ലാം കഴിഞ്ഞ് എനിക്ക് എപ്പോഴാണോ ഫ്രീ കിട്ടുന്നത്, എപ്പോഴാണോ ഒഴിവ് കിട്ടുന്നത്, ആ സമയത്ത് ഞാൻ അല്പം ദഅവത്തൊക്കെ നടത്താം. അങ്ങനെയാണെങ്കിൽ നിന്റെ ദഅവത്തിന്റെ അതിന്റെ ഫലം വളരെ കുറച്ച് മാത്രമായിരിക്കും. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അല്ലെങ്കിൽ ചരിത്രം ഒന്ന് വായിച്ചു നോക്കുക. മുൻകഴിഞ്ഞ പണ്ഡിതന്മാർ ഈ ദഅവത്തിന് വേണ്ടി മാറിയിരുന്ന എത്രയോ പണ്ഡിതന്മാരുണ്ട്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ, അദ്ദേഹം ദഅവത്തിന് വേണ്ടി, ദീനിന് വേണ്ടി, തൗഹീദിന് വേണ്ടി മാറി ഇരുന്ന പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ സമയവും അദ്ദേഹത്തിന്റെ സമ്പത്തും അദ്ദേഹത്തിന്റെ ആരോഗ്യവും അതെല്ലാം ഈ ദഅവത്തിന് വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ദഅവത്തോടുള്ള ഫലം എത്രയാണ്? ഇന്നും ആ നാട്ടിലുള്ള ആളുകൾ, ഭൂലോകത്തുള്ള ആളുകൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദഅവത്തിന് ഇറങ്ങുന്ന ഒരു ദാഇ, പ്രബോധകൻ, അവൻ ഇത്തരത്തിലുള്ള ആളുകളായിരിക്കണം. ധാരാളമായി തന്റെ സമയവും തന്റെ അധ്വാനവും അതെല്ലാം ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ അവർ തയ്യാറാകേണ്ടതുണ്ട്, ശ്രമിക്കേണ്ടതുണ്ട്. അഞ്ചാമത്തെ ഉപദേശമാണ് അൻ തകൂന സലീമൻ, അവൻ സലീമായിരിക്കണം, സംശുദ്ധമായ ആളായിരിക്കണം. അഥവാ സലീമൽ ഖൽബ്, ഹൃദയം ശുദ്ധിയുള്ളവനായിരിക്കണം. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ ഇദ് ജാഅ റബ്ബഹു ബിഖൽബിൻ സലീം, തന്റെ റബ്ബിലേക്ക് സലീമായ ഹൃദയവുമായി, സലീം എന്ന് പറഞ്ഞാൽ സംശുദ്ധമായ ഹൃദയവുമായി അള്ളാഹുവിലേക്ക് വന്നവനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പോൾ ദഅവത്ത് ചെയ്യുന്നവന്റെ ഹൃദയം സലീമാകണം. അവന്റെ ഉദ്ദേശം, അവന്റെ നിയ്യത്ത് അത് സംശുദ്ധമാകേണ്ടതുണ്ട്. പ്രബോധനം ചെയ്യുന്ന ആളുകൾ, ദഅവത്തിലേക്ക് ക്ഷണിക്കുന്ന, ദീനിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ, അവന്റെ ഉദ്ദേശം എന്താണ്? ജനങ്ങൾ സത്യം സ്വീകരിക്കണം, അവർ ഹക്ക് മനസ്സിലാക്കണം, ഈ ദീനിലേക്ക് കടന്നു വരണം, അതാണ് അവന്റെ ഉദ്ദേശം. അതല്ലാതെ ആ പ്രബോധനം ചെയ്യുന്നത് ഞാനൊരു വലിയ ദീനിലേക്ക് പ്രബോധനം ചെയ്യുന്നവനാണ് എന്ന ആളുകൾ എന്നെ കുറിച്ച് പറയണം, അതല്ലെങ്കിൽ എന്നെ കുറിച്ച് ജനങ്ങൾ നല്ലത് കരുതണം എന്ന നിലക്കാണ് അവൻ ദഅവത്ത് നടത്തുന്നതെങ്കിൽ, എന്ന നിലക്കാണ് അവൻ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നതെങ്കിൽ ആ പ്രബോധനം കൊണ്ട് ഒരർത്ഥവുമില്ല. കാരണം അവൻ ക്ഷണിക്കുന്നത് തൗഹീദിലേക്കാണ്. അത് ആളുകളെ കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ അത് റിയാ ആണ്, അത് ശിർക്കാണ്, ചെറിയ ശിർക്കാണെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ച കാര്യമാണ്. ആ ചെറിയ ശിർക്കും ആ തൗഹീദിലേക്കുള്ള പ്രബോധനവും അത് രണ്ടും ഒരുമിച്ച് പോവുകയില്ല. അതുകൊണ്ട് തൗഹീദിലേക്ക് പ്രബോധനം നടത്തുന്ന, ദീനിലേക്ക് പ്രബോധനം നടത്തുന്ന ആൾ അവന്റെ നിയ്യത്തിനെ ആദ്യം ശുദ്ധീകരിക്കേണ്ടതുണ്ട്. സ്വന്തം നഫ്സിന്റെ, അതിന്റെ അഹംഭാവവും അതിന്റെ സ്വാർത്ഥമായ താല്പര്യങ്ങൾ, അതുപോലെ തന്നെ നമുക്കുണ്ടായേക്കാൻ, പ്രബോധനം ചെയ്യുന്ന ആളുകളിൽ ഉണ്ടായേക്കാവുന്ന മറ്റൊരു സ്വഭാവമാണ് അസൂയ ഉണ്ടാവുക എന്നുള്ള കാര്യം. ഇതൊക്കെ ഒരു പ്രബോധകൻ അവൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ജനങ്ങളൊക്കെ എന്നിലേക്ക് വിരലിച്ചൂണ്ടണം, ഞാനൊരു വലിയ പണ്ഡിതനാണ്, ഞാനൊരു വലിയ മതവിദ്യാർത്ഥിയാണ്, ഞാനൊരു വലിയ ദീനിലേക്ക് ക്ഷണിക്കുന്ന ആളുകളാണ്, സദസ്സുകളിൽ എന്നെ ആദരിക്കണം, ഞാനൊരു വലിയ ദാഇയാണ് എന്ന് ജനങ്ങൾ എന്നെ പുകഴ്ത്തണം, ഇതൊക്കെയാണ് അവന്റെ ലക്ഷ്യമെങ്കിൽ ആ പ്രബോധനം കൊണ്ട് ഒരർത്ഥവുമില്ല. അതുകൊണ്ട് ആളുകൾ നിന്റെ അടുക്കൽ കൂടിയാലും ആളുകൾ നിന്റെ അടുക്കൽ കൂടിയില്ലെങ്കിലും അത് നിനക്കൊരു പ്രശ്നമല്ല. നിന്റെ ലക്ഷ്യം അത് ദീനിലേക്ക് ജനങ്ങൾ കടന്നു വരിക എന്നുള്ളത് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് അവരിലേക്ക് മാത്രമാണ് നമ്മൾ ക്ഷണിക്കേണ്ടത്. വ്യക്തികളിലേക്കോ മദ്ഹബുകളിലേക്കോ അതല്ലെങ്കിൽ സംഘങ്ങളിലേക്കോ ഒന്നുമല്ല നമ്മൾ ക്ഷണിക്കുന്നത്. അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കാണ് നമ്മൾ ജനങ്ങളെ ക്ഷണിക്കുന്നത്. ഈ 5 ഗുണങ്ങൾ നമ്മൾ പ്രബോധനം ചെയ്യുന്ന
ദീനിലേക്ക് തൗഹീദിലേക്ക് പ്രബോധനം ചെയ്യുന്ന പ്രബോധകന്മാർക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളാണ്. ഏതൊക്കെയാണ്? 5 അൻ തകൂന അലീമൻ, അവൻ ഇൽമുള്ളവനായിരിക്കണം. അൻ തകൂന റഹീമൻ, ജനങ്ങളോട് റഹ്മത്തുള്ളവനായിരിക്കണം. അൻ തകൂന ഹകീമൻ, ഹിക്മത്തുള്ളവനായിരിക്കണം. അൻ തകൂന കരീമൻ, ആ ദഅവത്തിന് വേണ്ടി ധാരാളം സമയങ്ങൾ മാറ്റിവെക്കുന്നവനായിരിക്കണം. അൻ തകൂന സലീമൻ, ഹൃദയം സംശുദ്ധമായവനായിരിക്കണം. ഈ 5 ഗുണങ്ങൾ ദഅവത്ത് നടത്തുന്ന ദീനിലേക്ക് പ്രബോധനം ചെയ്യുന്ന ആളുകളിൽ ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അങ്ങനെ നമ്മൾ ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിക്കുമ്പോൾ, തൗഹീദ് പറയുമ്പോൾ അത് ജനങ്ങളെല്ലാവരും സ്വീകരിക്കണമെന്നില്ല. പ്രബോധനം ചെയ്യുന്ന സന്ദർഭത്തിൽ അവരെല്ലാവരും നിന്നെ പൂമാലയിട്ട് സ്വീകരിക്കുകയില്ല, എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയില്ല. പ്രത്യേകിച്ച് തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന സന്ദർഭത്തിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന സന്ദർഭത്തിൽ ധാരാളം പ്രതിസന്ധികൾ നിന്നിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ അമ്പിയാക്കന്മാർ അള്ളാഹു തെരഞ്ഞെടുത്ത ആളുകളാണ്, അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളാണ് അമ്പിയാക്കന്മാർ. ആ അമ്പിയാക്കന്മാർ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിച്ചതിന്റെ പേരിൽ അങ്ങേയറ്റം പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, അവർ നേരിട്ടിട്ടുണ്ട്. പിന്നെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി കടന്നു വരുന്ന ഏതൊരാളും അത്തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നുബുവത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ അവിടുന്ന് ഒരു സ്വപ്നം കാണുകയുണ്ടായി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില ഭയപ്പാടുകൾ ഉണ്ടാവുകയാണ്. അങ്ങനെ ഖദീജ റളിയല്ലാഹു അൻഹ വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന വ്യക്തിയുടെ അടുക്കലേക്ക് പോവുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കണ്ട സ്വപ്നത്തെക്കുറിച്ച് അവരെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഇത് മൂസ അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയതുപോലെയുള്ള വഹിയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം നൽകുന്ന വഹിയാണിത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, താങ്കളുടെ ജനത താങ്കളെ പുറത്താക്കുക തന്നെ ചെയ്യും. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആശ്ചര്യത്തോടു കൂടി വറഖത്ത് ബിൻ നൗഫലിനോട് ചോദിക്കുകയാണ്, അവ മുഖ്രിജിയഹും, അവരെന്നെ പുറത്താക്കുകയോ? മക്കയിലുണ്ടായിരുന്ന ആളുകൾ അസ്സാദിഖുൽ അമീൻ, വിശ്വസ്തരാണ്, അതുപോലെ ജനങ്ങളുടെ അവരുടെ കണ്ണിനുണ്ണിയായി കൊണ്ടു നടന്നിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ പുറത്താക്കുമെന്ന് പറഞ്ഞപ്പോൾ റസൂലിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറയുന്നു, നഅം, താങ്കളെ അവർ പുറത്താക്കുക തന്നെ ചെയ്യും. എന്നിട്ട് പറയുകയാണ്, ലം യഅതി അഹദുൻ ഖത്തു ബിമാ ജിഅത ബിഹി ഇല്ലാ ഊദിയ വഊദിയ. അദ്ദേഹം പറയുകയാണ്, താങ്കൾ കൊണ്ടുവന്നതുപോലെയുള്ള അഥവാ തൗഹീദിന്റെ സന്ദേശവുമായി വന്ന ഏതൊരാളും അയാൾ ശത്രുതയ്ക്കും ജനങ്ങളുടെ മർദ്ദനങ്ങൾക്കും അവർ ഇരയായിട്ടുണ്ട്. അങ്ങനെ ഇരയാകാതെ ഒരാളും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് വറഖത്ത് ബിൻ നൗഫൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. അതുകൊണ്ട് തൗഹീദിന്റെ ആ പ്രബോധനത്തിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള മർദ്ദനങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ ഏൽക്കേണ്ടി വരും. അത് ചിലപ്പോൾ ശാരീരികമായിരിക്കാം, അതല്ലെങ്കിൽ മാനസികമായ പ്രയാസങ്ങൾ, ഒറ്റപ്പെടുത്തലുകളും ഊരിവിലക്കുകളും ഒക്കെ നേരിടേണ്ടി വരും. അത് തീർച്ചയാണ്. അമ്പിയാക്കന്മാർക്ക് പോലും അത് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ക്ഷമ കൈക്കൊള്ളാനാണ് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നു, ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റസൂൽ. ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാർ, റസൂലുമാർ അവർ ക്ഷമിച്ചതുപോലെ റസൂലെ താങ്കളും ക്ഷമ കൈക്കൊള്ളുക. നൂഹ് അലൈഹിസ്സലാം 950 വർഷം അല്ലാഹുവിലേക്ക് പ്രബോധനം ചെയ്തു. അദ്ദേഹത്തിന്റെ ക്ഷമ എത്രയായിരിക്കും? വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അദ്ദേഹത്തിൽ വിശ്വസിച്ചത്. മഹാനായ മൂസ അലൈഹിസ്സലാം ബനൂ ഇസ്രായേലിൽപ്പെട്ട പ്രവാചകനാണ്. എത്രയോ നിഅമത്തുകൾ അവിടെയുള്ള ആളുകൾക്ക് കൺമുന്നിൽ കാണിക്കപ്പെട്ടിട്ടും അതിലേക്ക് നിഷേധിച്ചു തള്ളുന്ന ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ക്ഷമ എത്രയായിരിക്കും? മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ക്ഷമ എത്രയാണ്? അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് വാപ്പ പുറത്താക്കുകയാണ്. നാട്ടുകാരും ഭരണാധികാരികളും ഈ കുണ്ടാരത്തിലേക്ക് എറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പീഡിപ്പിക്കുകയാണ്. ആ സമയത്തും അദ്ദേഹം ക്ഷമിക്കുകയാണ്. അങ്ങനെ എല്ലാ നിലക്കും ക്ഷമ കൈക്കൊള്ളേണ്ട ഒരു ഘട്ടമാണ് ഈ തൗഹീദിലേക്കുള്ള ദഅവത്തിന്റെ മേഖല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആളുകൾ പൂമാലയിട്ട് അതല്ലെങ്കിൽ പൂവിതറിയ വഴികളിലൂടെ അവർ നിന്നെ സ്വീകരിക്കണമെന്നില്ല, മറിച്ച് പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ് ഓരോന്നോരോന്നായി നിന്റെ മുൻപിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും എന്ന ബോധ്യം നമ്മിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. തൗഹീദിലേക്ക് പ്രബോധനം ചെയ്യുന്ന ആളുകളുടെ മനസ്സിൽ ഈ ഒരു പാഠം അവർ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഇനി മുഅല്ലിഫ് റഹിമഹുല്ലാഹ് ഗ്രന്ഥകാരൻ ഈ അധ്യായത്തിൽ നൽകിയിട്ടുള്ള തെളിവുകൾ അത് നമുക്ക് വായിക്കാം. ഈ അധ്യായത്തിന്റെ തലക്കെട്ട് എന്തായിരുന്നു? ബാബു ദുആഇ ഇലാ ഷഹാദതി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ദുആ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന് 2 അർത്ഥമുണ്ട്. ഒന്ന് തേറ്റം എന്ന അർത്ഥമുണ്ട്, അതുപോലെ ക്ഷണിക്കുക എന്ന അർത്ഥവുമുണ്ട്. അദ്ദുആഉ ഇല ത്വആം, ഭക്ഷണം കഴിക്കാൻ അതിലേക്ക് ക്ഷണിക്കുക, അതിലേക്കുള്ള ക്ഷണം. അപ്പോൾ അദ്ദുആഉ ഇലാ ഷഹാദതി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കുള്ള ക്ഷണം അഥവാ തൗഹീദിലേക്കുള്ള ക്ഷണം എന്നാണ് അധ്യായത്തിന്റെ തലക്കെട്ട്. ഈ അധ്യായത്തിൽ
30ഓളം ഫവായിദുകൾ, പാഠങ്ങൾ ഈ അധ്യായത്തിന്റെ പിറകിൽ ഗ്രന്ഥകാരൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള നൽകിയതായി കാണാം. കിതാബു തൗഹീദിൽ ഏറ്റവും അധികം പാഠങ്ങളുള്ള ഗുണപാഠങ്ങൾ നൽകിയിട്ടുള്ള ഒരു അധ്യായമാണ് ഈ അധ്യായം. അതുപോലെ തന്നെ ഈ അധ്യായം കൊണ്ടുവരുന്നതിലൂടെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള ചില ആളുകൾക്കുള്ള മറുപടി നൽകുന്നുണ്ട്. അതെന്താണ്? നമ്മൾ ദീനിലേക്കുള്ള ക്ഷണം അത് ആരംഭിക്കേണ്ടത് തൗഹീദ് കൊണ്ടാണ്. അതാണ് അടിസ്ഥാനം, അതാണ് ശരിയായ കാര്യം. എന്നാൽ ചില ആളുകൾ അവരെന്ത് പറയും? നമ്മൾ ആദ്യം തന്നെ തൗഹീദ് പറയാൻ പാടില്ല, മറിച്ച് നിസ്കാരം പറയുക, ഖുർആൻ പാരായണം, അതുപോലെ അമലുകളുടെ മഹത്വങ്ങൾ ഇങ്ങനെ പറയുക, അതൊക്കെ സ്വീകരിച്ച് അവസാനം തൗഹീദ് പറയാം. അങ്ങനെ ദഅവത്തിന്റെ, പ്രബോധനത്തിന്റെ അതിനൊരു ക്രമമുണ്ട്. ആ ക്രമത്തെ തെറ്റിച്ച ആളുകൾ, അവർക്കുള്ള മറുപടിയാണ് ഈ അധ്യായത്തിലൂടെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള നൽകുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ആ ഹദീസുകൾ വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുന്നതാണ്. ഒന്നാമത്തെ ആയത്തായി തെളിവായി അദ്ദേഹം നൽകിയതായി കാണാം. വഖൗലുല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്യമാണ്, വചനമാണ്. എന്താണ്? ഖുൽ, നബിയെ പറയുക, ഹാദിഹി സബീലി. സബീൽ എന്ന് പറഞ്ഞാൽ ത്വരീഖ്, മാർഗം, വഴി. അപ്പൊ സബീലി, ഇതാണ് എന്റെ മാർഗം, ഇതാണ് എന്റെ വഴി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴി ത്വരീഖുൻ വാദിഹുൻ മുസ്തഖീമുൻ, നേരായ വഴിയാണ്. ലാ വിജാജ ഫീഹ്, അതിലെന്തില്ല? വളവുകളില്ല, നേരെയായ മാർഗമാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മൾ ദിനേന 17 തവണ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇതാണ് എന്റെ മാർഗം, ഇതാകുന്നു എന്റെ മാർഗം. അദ്ഉ ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു. റസൂലുള്ളാഹി ക്ഷണിക്കുന്നത് അല്ലാഹുവിലേക്കാണ്. അലാ ബസീറത്തിൻ, ബസീറത്തോടുകൂടി. ബസീറത്ത് എന്താണ്, അതിന്റെ വിശദീകരണം എന്താണ് എന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് പറയും. അന വമനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയ ആളുകളും. വസുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് എന്നുള്ള വാക്ക് ധാരാളം തവണ നമ്മൾ കേട്ടതാണ്. അല്ലാഹു അവൻ എത്ര പരിശുദ്ധനാണ്. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെട്ടവനല്ല. ഇതാണ് അതിന്റെ അർത്ഥം. അതാണ്. ഇനി ആയത്തിന്റെ വിശദീകരണമായി പണ്ഡിതന്മാർ നൽകിയതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇതാണ് എന്റെ മാർഗം. ഏതാണ് മാർഗം? അദ്ഉ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക. അപ്പോൾ അല്ലാഹുവിലേക്ക് പ്രബോധനം ചെയ്യുക എന്നുള്ളത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗമാണ്. അപ്പോൾ പ്രബോധനം ചെയ്യുന്ന ആളുകൾ അവർ 2 തരക്കാരാണ് ഉണ്ടാവുക. ഒന്നാമത്തെ ആളുകൾ ദാഇൻ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ. രണ്ടാമത്തെ വിഭാഗം ആളുകളോ ദാഇൻ ഇലാ ഗൈരിഹി, അല്ലാഹു അല്ലാത്തതിലേക്ക് ക്ഷണിക്കുന്ന ആളുകളുണ്ട്. തങ്ങളുടെ കക്ഷികളിലേക്ക്, അതല്ലെങ്കിൽ തങ്ങളുടെ മദ്ഹബുകളിലേക്ക്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക്, ഏതെങ്കിലും ഒരു ശൈഖിലേക്ക് പ്രത്യേകമായി ക്ഷണിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം എന്ന് പറയുന്നത് അത് അല്ലാഹുവിലേക്കുള്ള ദഅവത്താണ്, അല്ലാഹുവിലേക്കുള്ള ക്ഷണമാണ്. അത് അമ്പിയാക്കന്മാരുടെ, പ്രവാചകന്മാരുടെ മാർഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ബല്ലിഗു അന്നി വലൗ ആയ, എന്നിൽ നിന്ന് ഒരു ആയത്തെങ്കിലും നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മൾ ഒരായത്ത് പഠിച്ചു, അതിന്റെ അർത്ഥവും അതിന്റെ ആശയവും ഒക്കെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് അത് അങ്ങേയറ്റം പ്രാധാന്യമുള്ള, അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. എല്ലാ അമ്പിയാക്കന്മാരും അവരെല്ലാം ജനങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ച ആളുകളാണ്. അമ്പിയാക്കന്മാർ, ധാരാളം അമ്പിയാക്കന്മാരുടെ വാക്ക് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഉഅ്ബുദുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാതെ മറ്റൊരു ഇലാഹ് നിങ്ങൾക്കില്ല. ധാരാളം അമ്പിയാക്കന്മാർ അവരുടെ ജനങ്ങളോട് പറഞ്ഞ കാര്യമാണ്, ആ ജനങ്ങളെ ക്ഷണിച്ച കാര്യമാണ്. അതുകൊണ്ട് പ്രബോധനം, ദീനിലേക്കുള്ള ദഅവത്ത് അത് ഏറ്റവും പൂർണ്ണമായ രീതിയിൽ അതിനുവേണ്ടി സമയവും സമ്പത്തും എല്ലാം മാറ്റിവെച്ചവർ, അത് പൂർണ്ണമായും നിർവഹിച്ചവർ അവരാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ജീവിതത്തിന്റെ തുടക്കം, അനുബൂവത്തിന്റെ തുടക്ക കാലഘട്ടം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയായി നുബൂവത്ത് ലഭിച്ചതിന് ശേഷം മക്കയിൽ അവിടുത്തെ അങ്ങാടികളിൽ, അവിടുത്തെ മാർക്കറ്റുകളിൽ പോയിക്കൊണ്ട് റസൂലുള്ള പ്രബോധനം ചെയ്യുമായിരുന്നു. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം, ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് വിജയിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിങ്ങനെ അങ്ങാടികളിലൂടെ ഉഖാവയിലും ദുൽമജാസിലും അതുപോലെയുള്ള മാർക്കറ്റുകളിൽ പോയി ഇത്തരത്തിൽ പ്രബോധനം ചെയ്യുമായിരുന്നു. മക്കയിലുണ്ടായിരുന്ന സഫാ പർവ്വതത്തിന്റെ, സഫാ കുന്നിന്റെ മുകളിൽ കയറി അവിടെയുള്ള ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടി റസൂലുള്ള ദീനിലേക്ക് പ്രബോധനം ചെയ്ത ചരിത്രം നമുക്കറിയാവുന്നതാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബൂവത്തിന്റെ തുടക്കം അങ്ങനെയാണ്. ആ ജീവിതത്തിന്റെ അതിന്റെ പരിസമാപ്തി എങ്ങനെയാണ്? ആ മരണവേളയിൽ പോലും അള്ളാഹുവിലേക്കുള്ള ആ ദഅവത്തിലായിക്കൊണ്ട്, ദീനിലേക്കുള്ള തൗഹീദിലേക്കുള്ള ക്ഷണത്തിലായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് മരണപ്പെടുന്നത്.
അവിടുന്ന് മരണാസന്നനായി കിടക്കെ, ആ രോഗശൈലിയിൽ കിടക്കെ റസൂലിന്റെ മുഖത്ത് ഒരു പുതപ്പ് വിരിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് ശ്വാസമെടുക്കാൻ പ്രയാസം അനുഭവപ്പെടുമ്പോൾ ആ മുഖത്തുള്ള വിരിപ്പ് അല്പനേരം മാറ്റിക്കൊടുക്കും. ആ സമയത്ത് റസൂൽ പറയുകയാണ്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. ജൂത ക്രൈസ്തവരായ ആളുകൾ, അവരുടെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടായിരിക്കുന്നു, അതല്ലെങ്കിൽ അവരുടെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. എന്താണ് കാരണം? അവരവരുടെ അമ്പിയാക്കന്മാരുടെ, അവരുടെ നബിമാരുടെ ഖബറുകളെ സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കിയിരിക്കുന്നു. അപ്പോൾ മരണനേരത്ത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശിർക്കിനെതിരെയുള്ള താക്കീതാണ്, തൗഹീദിലേക്കുള്ള ക്ഷണമാണ് അവിടുന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ സന്ദർഭങ്ങളിലും ഇടമുറിയാതെ അള്ളാഹുവിലേക്കുള്ള ദഅവത്ത് നിർവഹിച്ചവരാണ് മഹാന്മാരായ അമ്പിയാക്കന്മാർ. അവരിൽ ഏറ്റവും അഫ്ളലുൽ അംബിയാഇ സയ്യിദുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദീനിലേക്ക് ദഅവത്ത് നടത്തുക എന്നുള്ളത് അതങ്ങേയറ്റം പ്രതിഫലാർഹമായ കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട്? ഈ ആയത്തിന്റെ ഒരു വിശദീകരണം എന്താണ്? അത് ബാങ്ക് വിളിക്കുന്ന ആളുകളാണ്, മുഅദ്ദിനീങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഒരു വിശദീകരണം. അതാണ് അവർ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവരാണ്. രണ്ടാമത്തേത് ദീനിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ, പ്രബോധനം ചെയ്യുന്ന ദാഇമാർ, നന്മയിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ, അവരെക്കാൾ നല്ല വാക്ക് പറഞ്ഞ മറ്റാരുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചതായി കാണാം. അത്തരത്തിൽ പ്രബോധനം നടത്തി നമ്മൾ കാരണമായി അള്ളാഹുവിന്റെ തൗഫീഖിനാൽ ഒരാൾ ഹിദായത്തിലായാൽ, ഒരാൾ സന്മാർഗത്തിലായാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്രയാണ്? ആ പ്രതിഫലത്തെക്കുറിച്ച് ഇൻഷാ അള്ളാഹ് വരുന്ന ഹദീസുകളിൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ അദ്ഉ ഇലല്ലാഹ്, ഞാൻ അള്ളാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം. എങ്ങനെയാണ് റസൂലുള്ളാഹി ക്ഷണിച്ചത്? അലാ ബസീറത്തിൻ, ബസീറത്തോടുകൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ജനങ്ങളെ ക്ഷണിച്ചത്. കണ്ണിന് കാഴ്ച എന്നുള്ളത് പോലെയാണ് ഹൃദയത്തിന് ബസീറത്ത് എന്ന് പറയുന്നത്. ആ ഹൃദയത്തിനൊരു കാഴ്ചയുണ്ട്, അതാണ് ബസീറത്ത്. അപ്പോൾ ഹൃദയം അതൊരു കാര്യത്തെക്കുറിച്ച് അറിയണമെങ്കിൽ അതിന് വ്യക്തമായ ദൃഢമായ അറിവുണ്ടായിരിക്കണം. അപ്പോൾ അലാ ബസീറത്തിൻ എന്നതിന്റെ ഉദ്ദേശം, അതിന്റെ വിശദീകരണമായി മുഫസ്സിരീങ്ങൾ 4 അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തേത് അസ്സബാതു വൽ യഖീൻ, ഉറച്ച ബോധ്യത്തോടുകൂടി, ദൃഢമായ വിശ്വാസത്തോടുകൂടി ഞാൻ നിങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു. അഥവാ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്ന കാര്യം അതെനിക്ക് ദൃഢമായി ബോധ്യമുള്ള ഉറച്ച കാര്യമാണ്. രണ്ടാമത്തെ അഭിപ്രായമായി പണ്ഡിതന്മാർ മുഫസ്സിരീങ്ങൾ പറയുന്നു അൽ ഹുജ്ജ. ബസീറത്ത് എന്ന് പറഞ്ഞാൽ തെളിവ് എന്നാണ് അർത്ഥം. അഥവാ വ്യക്തമായ പ്രമാണത്തിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നത്. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു ബസീറത്ത് എന്ന് പറഞ്ഞാൽ അൽ ഇൽം, ഇൽമിന്റെ അടിസ്ഥാനത്തിൽ, വ്യക്തമായ ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ചില പണ്ഡിതന്മാർ പറഞ്ഞു അഅലൽ ഇൽം, ഇൽമിനേക്കാൾ അതിന്റെ ഉയർന്ന അവസ്ഥക്കാണെന്ന് പറയുക ബസീറത്ത് എന്ന് പറയുക. യഥാർത്ഥത്തിൽ ഈ 4 അഭിപ്രായങ്ങളും പരസ്പരം അടുത്തു കിടക്കുന്നതാണ്. കാരണം ഇൽമിന്റെ ഉയർന്ന അവസ്ഥയിലെത്തിയവൻ, ആ ഇൽമുള്ളവൻ, ആ ഇൽമ് അതാണ് പ്രമാണം, അതാണ് തെളിവെന്ന് പറയുന്നത്. ആ തെളിവുകളൊക്കെ മനസ്സിലാക്കിയവൻ അവൻ അങ്ങേയറ്റം ദൃഢബോധ്യമുള്ളവനായിരിക്കും. അപ്പോൾ അലാ ബസീറത്തിൻ എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നത് എങ്ങനെയാണ്? വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ, ബോധ്യമായ ദൃഢമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നത്. അപ്പോൾ ബസീറത്ത് എന്ന് പറഞ്ഞാൽ ഇൽമാണ്, അറിവുണ്ടാവണം. പണ്ഡിതന്മാർ പറയുകയാണ് ദഅവത്തിൽ അറിവുണ്ടാകണം എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. ദഅവത്ത് ചെയ്യുന്നവൻ അവന് ബസീറത്ത് ഉണ്ടാകണം, അഥവാ ഇൽമുണ്ടാകണം എന്ന് പറഞ്ഞാൽ 3 കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. ഒന്നാമത്തേത് അവന് ദീനിനെ കുറിച്ച് അറിയണം. എന്തിലേക്കാണോ ക്ഷണിക്കുന്നത് അതിനെക്കുറിച്ച് അറിയണം. നിസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്നവൻ, തൗഹീദിലേക്ക് ക്ഷണിക്കുന്നവൻ, അവൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം, അറിയണം. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഹാലുൽ മദ്ഉ, അവൻ ആരെയാണോ ക്ഷണിക്കുന്നത് അവന്റെ പ്രബോധിതർ, അവരുടെ അവസ്ഥയെക്കുറിച്ച് അവൻ മനസ്സിലാക്കണം. അവർ എങ്ങനെയുള്ള ആളുകളാണ്? പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണോ, അതല്ല അവൻ തീരെ അറിയാത്തവരാണോ? അങ്ങനെ ആരെയാണോ ക്ഷണിക്കുന്നത് അവനെക്കുറിച്ചും പ്രബോധിതരെ കുറിച്ചും അവന് അറിവുണ്ടായിരിക്കണം. മൂന്നാമത്തേത് അവന്റെ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗത്തെക്കുറിച്ചും അവൻ അറിയണം. ചില ആളുകൾ എന്ത് പറയും? നമ്മുടെ ലക്ഷ്യം നന്നായാൽ മതി, മാർഗം എന്തായാലും കുഴപ്പമില്ല. അങ്ങനെ ദീനിന്റെ മാർഗത്തിൽ ദഅവത്തിനായി മ്യൂസിക്കുകളും സംഗീതങ്ങളും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ, അഭിനയങ്ങളും നാടകങ്ങളും പാട്ടുകളും ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അവർ പറയുന്നത് എന്താണ്? ലക്ഷ്യം നന്നായാൽ മതി, അതിലേക്കുള്ള വഴി എന്തായാലും കുഴപ്പമില്ല. അങ്ങനെയല്ല. ദഅവത്ത് നടത്തുന്നവൻ ആ ദഅവത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗം അതറിയണം. ആ മാർഗത്തിനൊരു ക്രമമുണ്ട്. ആദ്യം ഏതാണ്, പിന്നീട് ഏതാണ്, ആ പടിപടിയായി അതിനെക്കുറിച്ച് അവൻ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഹാലുൽ മദ്ഉ,
നമ്മൾ ക്ഷണിക്കുന്ന ആളുകൾ, നമ്മുടെ പ്രബോധിതർ, അവർ 3 അവസ്ഥകളിലാണ് ഉണ്ടാവുക. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, അന്ന മറാത്തിബ അദ്ദഅവതി 3 അഖ്സാം ബിഹസബി ഹാലിൽ മദ്ഉ. ക്ഷണിക്കപ്പെടുന്ന ആളുകൾ അഥവാ നമ്മുടെ പ്രബോധിതർ, അവരെ പരിഗണിച്ചുകൊണ്ട് ദഅവത്തിനെ, പ്രബോധനത്തെ നമുക്ക് 3ആയി തിരിക്കാം. ഒന്നാമത്തെ വിഭാഗം ആളുകൾ അവരെങ്ങനെയുള്ളവരാണ്? ഇമ്മ അൻ യകൂന ത്വാലിബൻ ലിൽ ഹഖ് മുഹിബ്ബൻ ലഹു. സത്യം അന്വേഷിക്കുന്ന ആളുകൾ ഉണ്ടാവും, പഠിക്കണമെന്ന് താല്പര്യമുള്ള, സത്യം കണ്ടെത്താൻ നടക്കുന്ന ആളുകൾ. മുസ്ലിമീങ്ങൾ അല്ലാത്ത ആളുകളും ഉണ്ടാവും. അത്തരത്തിലുള്ള ആളുകൾ അവർക്ക് തെളിവുകൾ പറഞ്ഞു കൊടുത്താൽ മതി, അവരെന്താക്കും? ആ സത്യം സ്വീകരിക്കും. ആ സത്യത്തിന് മറ്റുള്ളതിനേക്കാൾ മുൻഗണന നൽകി ആ സത്യത്തിന് അവർ കീഴ്പ്പെടും. ഇങ്ങനെയുള്ള ആളുകളോട് അവരെ നമ്മൾ എങ്ങനെയാണ് ക്ഷണിക്കേണ്ടത്? ഹിക്മത്തോടുകൂടി, വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ, യുക്തിയോടുകൂടി, ഗുണകാംക്ഷയോടുകൂടി അവർക്ക് എന്താക്കുക? തെളിവുകൾ പറഞ്ഞു കൊടുക്കുക. അവരെന്താക്കും? അത് സ്വീകരിക്കാൻ തയ്യാറാകും. അപ്പോൾ ഒന്നാമത്തെ വിഭാഗം ആളുകൾ സത്യം അന്വേഷിക്കാൻ ഇഷ്ടപ്പെടുകയും അത് തേടി നടക്കുകയും ചെയ്യുന്ന ആളുകളാണ്. രണ്ടാമത്തെ വിഭാഗം ആളുകൾ ആരാണ്? വഇമ്മ അൻ യകൂന മുസ്തഗിലൻ ബിദിൽ ഹഖ്. ആ സത്യത്തിന്റെ നേർ വിപരീതമായ കാര്യങ്ങളിൽ മുഴുകുന്ന ആളുകളായിരിക്കും. അവന്റെ ദേഹേച്ഛ കാരണമായി, അവന്റെ ശഹ്വത്ത് കാരണമായി, അവൻ സത്യം ഇതാണെന്നറിയാം, പക്ഷേ അവന്റെ ദേഹേച്ഛ കാരണമായി ദുനിയാവിന്റെ മറ്റ് ലാഭങ്ങൾക്കൊക്കെ വേണ്ടി ഈ സത്യത്തിന്റെ നേർ വിപരീതം നിൽക്കുന്ന ആളുകളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നിസ്കാരം അത് വാജിബാണെന്ന് അവൻ അറിയാം, പക്ഷേ അവന്റെ ഉറക്കത്തിന് വേണ്ടി നിസ്കാരം മനഃപൂർവ്വം ഒഴിവാക്കുകയാണ്. ദുനിയാവിലെ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ടൂർ പോകുന്ന സന്ദർഭത്തിൽ, യാത്ര പോകുന്ന സന്ദർഭത്തിൽ, അതല്ലെങ്കിൽ ആഘോഷങ്ങളുടെ പേരിലൊക്കെ ഇത്തരത്തിൽ ദേഹേച്ഛക്ക് അടിമപ്പെട്ട് നിസ്കാരം ഒഴിവാക്കുന്ന ആളുകളുണ്ട്. അവന് സത്യത്തിന്റെ നേർ വിപരീതം നിൽക്കുന്നവനാണ്. അത്തരത്തിലുള്ള ആളുകൾ, ശഹ്വത്തിന് അടിമപ്പെട്ടുകൊണ്ട് സത്യത്തിനെതിരെ നിൽക്കുന്ന ആളുകൾ, അവരെ നമ്മൾ എങ്ങനെയാണ് പ്രബോധനം ചെയ്യേണ്ടത്? അവർക്ക് നമ്മൾ നിസ്കാരം വാജിബാണ് എന്ന തെളിവല്ല അവർക്ക് കൊടുക്കേണ്ടത്, മറിച്ച് മൗഇളത്തുൻ ഹസന, അവർക്ക് സദുപദേശമാണ് നൽകേണ്ടത്. മൗഇളത്തുൻ ഹസന എന്നതുകൊണ്ട് 2 കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് അത്തർഗീബ് വത്തർഹീബ്. തർഗീബ് എന്ന് പറഞ്ഞാൽ താല്പര്യമുണ്ടാക്കുക, നിസ്കരിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലം, ആ നിസ്കരിക്കുന്ന ആളുകൾക്ക് അത് മുഖേന ലഭിക്കുന്ന നേട്ടങ്ങൾ, ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ, ആ പ്രതിഫലത്തെക്കുറിച്ച് അവർക്ക് താല്പര്യമുണ്ടാക്കുക. അതുപോലെ തർഹീബ്, അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് അവരെ പേടിപ്പിക്കണം, ഭയപ്പെടുത്തണം. നിസ്കാരം ഒഴിവാക്കിയ ആളുകൾ, അത് മനഃപൂർവ്വം ഒഴിവാക്കിയ ആളുകൾക്കുള്ള ശിക്ഷകൾ അവർ നാളെ ഫിർഔനിന്റെയും ഹാമാനിന്റെയും ഖാറൂനിന്റെയും കൂടെയായിരിക്കും. അങ്ങനെ നിസ്കാരത്തിന്റെ ശ്രേഷ്ഠതകളും ആ നിസ്കാരം ഒഴിവാക്കിയ ആളുകൾക്കുള്ള ശിക്ഷയെക്കുറിച്ചൊക്കെ നല്ല ഗുണകാംക്ഷയോടുകൂടിയുള്ള ഉപദേശം കൊടുക്കുക. അതാണ് രണ്ടാമത്തെ വിഭാഗം ആളുകൾ. മൂന്നാമത്തെ വിഭാഗം ആളുകൾ ആരാണ്? ഇമ്മ അൻ യകൂന മുആനിദൻ മുആരിദൻ. സത്യത്തോട് വാശി പിടിച്ചു നിൽക്കുന്ന, അതിനോട് എതിർത്ത് നിൽക്കുന്ന ആളുകൾ. അവർ സത്യത്തോട് എതിർത്ത് നിൽക്കുന്ന ആളുകളാണ്. ഉദാഹരണം, നമ്മൾ നമസ്കാരം തന്നെ എടുക്കുക. നമസ്കരിക്കേണ്ടതില്ല, നിസ്കാരമൊന്നും വാജിബല്ല, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അവരിഷ്ടമുണ്ടെങ്കിൽ നമസ്കരിക്കാം. അതല്ലെങ്കിൽ വസ്ത്രധാരണത്തിന്റെ വിഷയം, താടി വെക്കൽ നിർബന്ധമൊന്നുമല്ല, നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കണമെന്ന് അത് നിർബന്ധമൊന്നുമല്ല. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. നിസ്കരിക്കണമെന്നില്ല, അള്ളാഹനെ ഓർത്താൽ മതി. അള്ളാഹു നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞത് എന്നെ ഓർക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിസ്കരിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ അള്ളാഹുവിനെ ഓർക്കുന്നതിന് വേണ്ടി എപ്പോഴെങ്കിലും ഒക്കെ നിസ്കരിച്ചാൽ മതി എന്നിങ്ങനെ അവൻ ദീനിനോട്, സത്യത്തോട് എതിരെ നിൽക്കുക. അവന്റെ ശുഭഹത്ത് കാരണമായി അവൻ ചില തെളിവുകൾ അവൻ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇത്തരത്തിൽ സത്യത്തോട് എതിരെ നിൽക്കുന്ന, അതിനോട് ധിക്കാരം കാണിക്കുന്ന ആളുകൾ ഉണ്ടാവും. അത്തരത്തിലുള്ള ആളുകളോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്? അവനോട് നല്ല ഉപദേശം കൊടുത്തത് കൊണ്ട് കാര്യമില്ല, മറിച്ച് വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ, അവനോട് നല്ല മാന്യമായ രീതിയിൽ അവനോട് സംവദിക്കുക, അവനോട് സംവാദങ്ങളിൽ ഏർപ്പെടുക. ഈ 3 കാര്യങ്ങളെയും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരായത്തിൽ ഉൾക്കൊള്ളിച്ചതായി കാണാം. അല്ലാഹു പറയുന്നു, ഉദ്ഉ ഇലാ സബീലി റബ്ബിക്. നബിയോട് പറയുക, നബിയെ താങ്കൾ താങ്കളുടെ റബ്ബിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക. എങ്ങനെയാണ്? ബിൽ ഹിക്മ, ഹിക്മത്തോടുകൂടി. ഇതാർക്കാണ്? സത്യം അന്വേഷിക്കുന്ന ആളുകളോട്. അവർക്ക് ഹിക്മത്തോടുകൂടി തെളിവുകൾ പറഞ്ഞു കൊടുത്താൽ മതി. വൽ മൗഇളത്തിൽ ഹസന, നല്ല സദുപദേശങ്ങൾ നൽകിക്കൊണ്ട് ആളുകളെ ക്ഷണിക്കുക. അഥവാ ശഹ്വത്തിന് അടിമപ്പെട്ട് സത്യത്തിനെതിരെ നിൽക്കുന്ന ആളുകൾ, അവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകിയാൽ മതിയാകും. വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ, അതുപോലെ ഏറ്റവും നല്ല രീതിയിൽ അവരുമായി സംവദിക്കുക, സംവാദങ്ങൾ നടത്തുക. ഇത് സത്യത്തോട് എതിരെ നിൽക്കുന്ന, ധിക്കാരം കാണിക്കുന്ന, ശുഭഹത്തുകളുടെ പേരിൽ ആ സത്യത്തോട് വിമുഖത കാണിക്കുന്ന ആളുകളോട് ഇത്തരത്തിലാണ് നമ്മൾ പെരുമാറേണ്ടത്. അതുകൊണ്ട് ഹാലുൽ മദ്ഉ, നമ്മൾ ആരെയാണോ ക്ഷണിക്കുന്നത് അവരുടെ അവസ്ഥ, അത് ഒരു ദാഇ, പ്രബോധകൻ, അവൻ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അടുത്തതായി ഈ ആയത്തിന്റെ അതിൽ നിന്നുള്ള ഗുണപാഠമായി പണ്ഡിതന്മാർ പറയുന്നു. ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വസുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ് എന്നുള്ള വാക്ക് നമ്മൾ ധാരാളം തവണ ചൊല്ലുന്ന
ഉരുവിടുന്ന വാക്കാണ്. എന്താണ് സുബ്ഹാനല്ലാഹയുടെ അർത്ഥം? എന്താണ് അതിന്റെ ആശയം? എന്താണ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ പറയുന്നു, തൻസീഹുല്ലാഹി അനിൻ നഖായിസി വൽ ഉയൂബ്, അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക ന്യൂനതകളിൽ നിന്നും പോരായ്മകളിൽ നിന്നും. അള്ളാഹുവിനെ പല ആളുകളും പലതും വിശേഷിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ അമമത്തിന്, അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിക്കാത്ത പല കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞിട്ടുണ്ട് പല ആളുകളും. അത്തരത്തിൽ അള്ളാഹുവിനെ ചീത്ത വിളിക്കുന്ന, അള്ളാഹുവിന്റെ സ്ഥാനത്തെ ഇടിച്ചു താഴ്ത്തുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതിൽ നിന്നെല്ലാം അള്ളാഹുവിനെ നമ്മൾ പരിശുദ്ധപ്പെടുത്തുക. അപ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അവൻ പരിശുദ്ധനായവനാണ്. ഇതിൽ നിന്ന്, ഇത്തരത്തിൽ ഉള്ള പോരായ്മകളിൽ നിന്ന് മുശ്രിക്കുകളായ ആളുകൾ, അവർ മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്നവർ വാദിക്കുകയുണ്ടായി. യഹൂദികൾ, നസാറാക്കൾ അവർ ഈസ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് വാദിച്ചവരാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് യോജിക്കാത്ത പല കാര്യങ്ങളും അള്ളാഹുവിന്റെ മേൽ കെട്ടിച്ചമച്ച ആളുകളാണ് അവർ. അതിൽ നിന്നെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധനാണ്. ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ ഈ വാക്ക് വന്നിട്ടുണ്ട്, സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ. മുശ്രിക്കുകളായ ആളുകൾ അവർ അള്ളാഹുവിന്റെ മേൽ കെട്ടിച്ചമച്ച് പറയുന്നതിൽ നിന്നെല്ലാം അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിൽ നിന്ന് അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്. അപ്പോൾ സുബ്ഹാനല്ലാഹ് എന്നതിന്റെ അർത്ഥം അത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നമ്മൾ ദിക്റുകൾ ചെല്ലുമ്പോൾ, അർത്ഥം അറിഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു മനസ്സാന്നിധ്യം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ദിക്റുകൾ, അതിന്റെയൊക്കെ അർത്ഥം പഠിക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവസാനമായി ആയത്തിൽ റസൂലുള്ളാഹി പറയുകയാണ്, വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെട്ടവനല്ല, അവരുടെ കൂട്ടത്തിലല്ല ഞാൻ. ഇതിൽ ആർക്കുള്ള മറുപടിയുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ റസൂലിന്റെ സ്ഥാനത്തെക്കാൾ ഉയർത്തിയ ആളുകൾ, റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, റസൂലിനോട് സഹായം തേടുന്ന ആളുകൾ, റസൂലിനോട് പാപമോചനം ചോദിക്കുന്ന ആളുകൾ, അവർക്കുള്ള മറുപടി ഇതിലുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് എന്താണ്? അള്ളാഹുവിനൊരു പങ്കുകാരുണ്ടാവുക എന്നുള്ളത്, അതിൽ നിന്ന് റസൂലുള്ളാഹി തന്നെ മാറി നിൽക്കുകയാണ്. ഞാനതിൽ പെട്ടവനല്ല. പിന്നെ എങ്ങനെയാണ് ആ റസൂലിനെ തന്നെ അള്ളാഹുവിനുള്ള ഒരു പങ്കാളിയായി നിശ്ചയിക്കുക? അതൊരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൃപ്തിപ്പെടാത്ത കാര്യമാണ്. റസൂലിന്റെ സ്ഥാനത്തിൽ നിന്നും ആ സ്ഥാനത്തിൽ നിന്ന് റസൂലിനെ ഉയർത്താൻ പാടില്ല. റസൂൽ അള്ളാഹുവിന്റെ അബ്ദാണ്, അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ റസൂലാണ്. അതിനപ്പുറമായി റസൂലിലേക്ക് ഇബാദത്തുകൾ അർപ്പിക്കുന്ന, ഉലൂഹിയത്തുകൾ വകവെച്ചു കൊടുക്കുന്ന ഒരു പരിധിയിലേക്ക് ഉയർത്താൻ പാടില്ല എന്നതും ഈ ആയത്തിൽ നിന്ന് തെളിവ് പിടിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ആയത്ത്, ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി, ഇതിൽ ദഅവത്തിന്റെ 3 ശുറൂത്തുകൾ, 3 നിബന്ധനകൾക്കുള്ള തെളിവുണ്ട്. ഒന്നാമത്തേത്, ദഅവത്ത് നടത്തുന്നവന് ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. അത് ആയത്തിൽ എവിടെയാണ്? അദ്ഉ ഇലല്ലാഹ്, ഞാൻ അള്ളാഹുവിലേക്ക് മാത്രമാണ് ക്ഷണിക്കുന്നത്, അതല്ലാതെ ജനങ്ങളിലേക്കോ എന്റെ വ്യക്തിയിലേക്കോ എന്നിലേക്കോ അല്ല, അള്ളാഹുവിലേക്ക് മാത്രമാണ്. അതാണ് ദഅവത്തിന്റെ ഒന്നാമത്തെ നിബന്ധന. അവൻ ഇഖ്ലാസ് ഉള്ളവനായിരിക്കണം. രണ്ടാമത്തേത് അൽ ഇത്തിബാ, റസൂലിനെ പിൻപറ്റുന്നവനായിരിക്കണം. ദഅവത്തിന്റെ അതിന്റെ ക്രമത്തിൽ റസൂലിനെ പിൻപറ്റുന്നവനാണ്. ആയത്തിൽ പറഞ്ഞു, ഹാദിഹി സബീലി, ഇതാകുന്നു എന്റെ മാർഗം. റസൂലിന്റെ ദഅവത്തിലുള്ള മാർഗം, ക്രമം എങ്ങനെയാണ് എന്ന് നമ്മൾ പഠിക്കണം. അതിൽ നമ്മൾ റസൂലിനെ പിൻപറ്റണം. മൂന്നാമത്തേത്, പ്രബോധനം നടത്തുന്നവൻ ഇൽമുള്ളവനായിരിക്കണം. ദഅവത്ത് ചെയ്യുന്നവൻ ഇൽമുള്ളവനായിരിക്കണം. അതെവിടെയാണ് തെളിവ്? അലാ ബസീറത്തിൻ, ബസീറത്ത് എന്ന് പറഞ്ഞാൽ ഇൽമ് എന്നാണ് അതിന്റെ ഉദ്ദേശം. അതാണ്, ഇൽമോടുകൂടി അള്ളാഹുവിലേക്ക് ദഅവത്ത് നടത്തുന്നവനായിരിക്കണം. ഇതിൽ ഒന്നാമത്തെ നിബന്ധന, ഇഖ്ലാസ് ഇല്ലെങ്കിൽ അതിൽ എന്ത് സംഭവിക്കും? ശിർക്ക് കടന്നു വരും. ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ് ദഅവത്ത് ചെയ്യുന്നതെങ്കിൽ അതിന് ശിർക്ക് കടന്നു വരും. അപ്പോൾ ഒന്നാമത്തെ നിബന്ധന തെറ്റിയാൽ അവിടെ ശിർക്കാണ് കടന്നു വരുന്നത്. രണ്ടാമത്തെ നിബന്ധന, റസൂലിനെ പിൻപറ്റണമെന്നാണ്. റസൂൽ പഠിപ്പിച്ച രീതിയിലാണ് ദഅവത്ത് നടത്തേണ്ടത്. ആ ദഅവത്തിന്റെ ക്രമം ആ രൂപത്തിലായിരിക്കണം. എന്നാൽ ഒരാൾ അത് മാറ്റിമറിക്കുകയാണ്, അപ്പോൾ അവിടെ കടന്നു വരുന്നത് എന്താണ്? സുന്നത്ത് മാറി ബിദ്അത്തുകൾ അവിടെ കടന്നു വരും. മൂന്നാമത്തേത്, ദഅവത്ത് നടത്തുന്നവൻ ഇൽമുള്ളവനായിരിക്കണം. ഇൽമിന്റെ അടിസ്ഥാനത്തിലല്ല ഒരാൾ ദഅവത്ത് നടത്തുന്നതെങ്കിൽ അവൻ സ്വയം വഴിപിഴക്കുകയും മറ്റുള്ളവരെ വഴിപിഴപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോൾ ദഅവത്ത് നടത്തുന്നവൻ ഇൽമുള്ളവനായിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കരുതരുത്? ദീനിന്റെ എല്ലാ മസ്അലകളും എല്ലാം പഠിച്ച് വലിയൊരു പണ്ഡിതനായതിനു ശേഷം മാത്രമേ ജനങ്ങളോട് പറയാവൂ എന്നതല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് നീ പറയുന്ന കാര്യം, നീ ക്ഷണിക്കുന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായി നിനക്ക് അറിവുണ്ടായിരിക്കണം. അതുമാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില ആളുകൾ എന്ത് പറയും? എല്ലാം പഠിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം. അങ്ങനെ ഒരാളുമില്ല. കാരണം മനുഷ്യർക്ക് നൽകപ്പെട്ട വിജ്ഞാനം തന്നെ വളരെ കുറവാണ്. അതുകൊണ്ട് എല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷമേ ദഅവത്ത് നടത്താവൂ എന്നില്ല. മറിച്ച് ദഅവത്ത് നടത്തുന്നവർ ഇൽമുള്ളവരായിരിക്കണം, പണ്ഡിതന്മാരായിരിക്കണം. താൻ ദഅവത്ത് നടത്തുന്ന കാര്യത്തെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. അതാണ്
അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അർത്ഥമാക്കുന്നത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്തെ തെളിവായി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള നൽകിയതായി നമുക്ക് കാണാം. ഒരു ഹദീസാണ് നൽകിയിട്ടുള്ളത്. ഏതാണ് ഹദീസ്? അലി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, മഹാനായ സഹാബി അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്. അദ്ദേഹത്തിന്റെ കുനിയത്ത് എന്താണ്? കുനിയത്ത് അബുൽ അബ്ബാസ്. മഹാനായ സഹാബി അബുൽ അബ്ബാസ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അദ്ദേഹം നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ അൽ അബാദിലത്തുൽ അർബഅ, 4 അബ്ദുള്ളമാരുടെ കൂട്ടത്തിൽ പെട്ട വ്യക്തിയാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 1000-ലധികം ഹദീസുകൾ ഉദ്ധരിച്ച അൽ മുക്സിറൂൻ, അവർക്ക് പറയുന്ന പേരാണ് അൽ മുക്സിറൂൻ. അവരിൽപ്പെട്ട ആളാണ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അതുപോലെ ഹബ്റുൽ ഉമ്മ, ഈ ഉമ്മത്തിലെ പണ്ഡിതൻ എന്ന വിശേഷണമുള്ള, അതുപോലെ ഇമാമുൽ മുഫസ്സിരീൻ, മുഫസ്സിരീങ്ങളുടെ ഇമാം എന്നറിയപ്പെട്ടിരുന്ന വലിയ സഹാബിയാണ്, ഇൽമുണ്ടായിരുന്ന വലിയ വ്യക്തിത്വമാണ് മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മ ബഅസ മുആദൻ ഇലൽ യമനി, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു സഹാബികളുടെ കൂട്ടത്തിൽ ഇൽമുള്ള വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യമനിലേക്ക് നിയോഗിക്കുകയുണ്ടായി. ഇതെപ്പോഴാണ്? ഹിജ്റ 10-ലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നതിന്റെ 1 വർഷം മുൻപാണ്. അപ്പോൾ ഹിജ്റ 10-ലാണ് റസൂലുള്ളാഹി അവരെ അയക്കുന്നത്. എന്നിട്ടോ നമുക്ക് കാണാം, യാത്ര അയക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, നീ ഇനി തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ എന്റെ ഖബറിന്റെ അരികിലൂടെയായിരിക്കും നീ പോവുക. അഥവാ റസൂലിന്റെ വഫാത്തിനെ കുറിച്ച് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹം ആ സമയത്ത് കരഞ്ഞതായി, വിങ്ങിപ്പൊട്ടിയതായി ഹദീസുകളുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. അങ്ങനെ അദ്ദേഹത്തെ യമനിലേക്ക് അയക്കുകയാണ്. മുആദ് ബിൻ ജബലിനെയും അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, ഇവരെ രണ്ടുപേരെയും യമനിലേക്ക് പ്രബോധകന്മാരായി, ദാഇമാരായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കുകയാണ്. മുആദ് ബിൻ ജബലിനെ സനഅ എന്ന പ്രദേശത്തേക്കാണ്, സനഅ എന്ന് പറയുന്ന ആ വിശാലമായ ഒരു മേഖലയിലേക്ക്, ആ പ്രവിശ്യയിലേക്കാണ് മുആദ് ബിൻ ജബലിനെ അയക്കുന്നത്. അബൂ മൂസൽ അശ്അരിയെ അദിൻ എന്ന് പറയുന്ന യമനിലെ മറ്റൊരു ഭാഗമാണ്, ആ ഭാഗത്തേക്കാണ് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവെ അയക്കുന്നത്. അവർ രണ്ടുപേരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകന്മാരായി, അതുപോലെ തന്നെ ആ നാട്ടിലുള്ള ആളുകളുടെ ഭരണാധികാരിയായി, അവിടുത്തെ ഖാദിയായിട്ടാണ് അവരെ ആ നാട്ടിലേക്ക് അയക്കുന്നത്. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ദഅവത്തിന് വേണ്ടി പല ഭാഗങ്ങളിലേക്കും ഇൽമു പഠിച്ച ആളുകളെ അവരെ ഇങ്ങനെ പറഞ്ഞയക്കുക എന്നുള്ളത്, അതിനുവേണ്ടി സജ്ജരാക്കി അയക്കുക എന്നുള്ളത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. അപ്പോൾ അള്ളാഹുവിലേക്കുള്ള ദഅവത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെയൊക്കെ അങ്ങോട്ടേക്ക് നിയോഗിച്ചത്. അതുപോലെ തന്നെ റസൂലുള്ള അയച്ച ആളുകൾ അവർ ഫുഖഹ, അങ്ങേയറ്റം ഇൽമുള്ള വലിയ പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് തന്നെ ദഅവത്ത് നടത്തുന്ന ആളുകൾ അവർ ഇൽമുള്ളവരായിരിക്കണം. ദീനിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ അവർ ഇൽമുള്ളവരായിരിക്കണം. അതല്ലാതെ ജാഹിലുകളായ ആളുകൾ അവർ ഈ ദഅവത്തിന്റെ മേഖലയിൽ അതിന്റെ മുൻപന്തിയിലേക്ക് വരാൻ പാടില്ല എന്ന പാഠം കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നിയോഗത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്ന കാര്യമാണ്. എന്നിട്ടോ വഅമറഹുമാ മഅൻ ബിവസായ, ഇവർ രണ്ടുപേരെയും റസൂലുള്ളാഹി അയക്കുകയാണ്. അവർ രണ്ടുപേർക്കും ഒരുമിച്ച് റസൂലുള്ളാഹി ചില വസിയ്യത്തുകൾ കൊടുത്തിട്ടുണ്ട്. ആ വസിയ്യത്ത് ഏതൊക്കെയാണ്? റസൂലുള്ളാഹി പറയുകയാണ്, ബശ്ശിറ, നിങ്ങൾ രണ്ടുപേരും ആ നാട്ടിലുള്ള ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. വലാ തുനഫിറ, നിങ്ങൾ അവരെ ആട്ടി അകറ്റാൻ പാടില്ല. ഒരു വെറുപ്പുണ്ടാക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങളോ പെരുമാറ്റങ്ങളോ നിങ്ങളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. വയസ്സിറ, നിങ്ങൾ അവർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുക. വലാ തുഅസ്സിറ, നിങ്ങൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. വതതാവഅ വലാ തഖ്തലിഫ, നിങ്ങൾ പരസ്പരം ഐക്യത്തോടു കൂടി പോവുക. നിങ്ങൾ എന്താക്കരുത്? പ്രബോധകന്മാർക്കിടയിൽ നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബലിനെയും അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുമ അവർക്ക് രണ്ടുപേർക്കും വസിയ്യത്ത് കൊടുക്കുകയാണ്. എന്നാൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പ്രത്യേകമായി ഒരു വസിയ്യത്ത് കൊടുക്കുകയാണ്. അതാണ് ഈ ഹദീസിൽ നമ്മൾ വായിക്കുന്നത്. എന്താണ് റസൂലുള്ളാഹി പറയുന്നത്? ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്. മറ്റൊരു റിവായത്തിൽ കാണാം, ഇന്നക തഅതി ഖൗമൻ അഹ്ല കിതാബ്. നീ ചെല്ലുന്നത് ആരുടെ അടുക്കലേക്കാണ്? കിതാബ് നൽകപ്പെട്ട, ഗ്രന്ഥം നൽകപ്പെട്ട ഒരു ജനവിഭാഗത്തിന്റെ അടുക്കലേക്കാണ് നീ പോകുന്നത്. ആരാണ് അഹ്ലു കിതാബ് എന്ന് പറഞ്ഞാൽ? അൽ യഹൂദു വൻ നസാറ, ജൂത ക്രൈസ്തവരുടെ അടുക്കലേക്കാണ് പോകുന്നത്. അപ്പോൾ യമനിൽ
പിൽക്കാലത്ത് ധാരാളം ജൂതന്മാരും അതുപോലെ ക്രൈസ്തവരായ ആളുകളും ആ യമനിലേക്ക് ധാരാളമായി പ്രവേശിച്ചിട്ടുണ്ട്. അവിടെ മുശ്രിക്കുകളായ ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവരെക്കാൾ കൂടുതൽ അഹ്ലു കിതാബിൽപ്പെട്ട ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ മുശ്രിക്കുകളെ പോലെ എഴുത്തും വായനയും ഒന്നും അറിയാത്തവരല്ല അഹ്ലു കിതാബിൽപ്പെട്ട ആളുകൾ. അവർക്ക് അവരുടേതായ ചില തെളിവുകളൊക്കെ ഉണ്ട്. അവരുടെ ചില വാദങ്ങൾക്ക് ചില ശുബ്ഹത്തുകളൊക്കെ അവരുടെ പക്കലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവിടെ പോകുമ്പോൾ അതിനുവേണ്ടി തയ്യാറാകണം. അവർക്ക് പ്രബോധനം നടത്തുമ്പോൾ നിങ്ങൾ ഇൽമു കൊണ്ട് അവരെ നേരിടണം, അതിനുവേണ്ടി ഒരുങ്ങണം എന്ന പാഠമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുന്നത്. നമ്മൾ മുൻപ് പറഞ്ഞു, അലാ ബസീറ, ഇൽമുണ്ടാകണം. ദഅവത്ത് നടത്തുന്നവന് ഇൽമുണ്ടാകണം. ആരെക്കുറിച്ച് ഇൽമുണ്ടാകണം? ഞാൻ ആരെയാണോ ക്ഷണിക്കുന്നത് അവരെക്കുറിച്ച് ഇൽമുണ്ടാകണം എന്നതിന് ഈ ഭാഗം തെളിവാണ്. റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുക്കാൻ അഹ്ലു കിതാബിന്റെ അടുക്കലേക്കാണ് പോകുന്നത്. അപ്പോൾ അവർ തെളിവിന്റെ ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് പഠിക്കണം? വ്യക്തമായ ശരിയായ ഇൽമ് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അവരുണ്ടാക്കുന്ന ശുബഹാത്തുകൾ അതിനെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ ഇൽമിന്റെ ആയുധം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഉപദേശം കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും പറയുന്നു, ഫല്യകുൻ അവ്വല മാ തദ്ഉഹും ഇലൈഹി ഷഹാദതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ റിവായത്തിൻ ഇലാ അൻ യുവഹിദുല്ലാഹ്. ഇവിടെ ഫാ എന്ന് വന്നു. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഈ ഫാ എന്തിനാണ്? ലിസ്തഅഖീബ്, അഥവാ പോയി അവിടെ എത്തി തൊട്ടുടനെ പെട്ടെന്ന് തന്നെ അവരെന്താക്കണം? ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിക്കണം. നീ അവരെ ആദ്യമായി ക്ഷണിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലേക്കായിരിക്കണം. മറ്റൊരു റിവായത്തിൽ കാണാം, അള്ളാഹുവിനെ ഏകത്വപ്പെടുത്തുന്നതിലേക്ക് അഥവാ തൗഹീദിലേക്ക് ആയിരിക്കണം നിങ്ങൾ അവരെ ആദ്യമായി ക്ഷണിക്കേണ്ടത്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? പ്രബോധനത്തിന് അതിൻ്റെതായ ചില മുൻഗണനാ ക്രമങ്ങളുണ്ട്. ആദ്യം ക്ഷണിക്കേണ്ട കാര്യം ഏതാണ്? ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ദഅവത്ത് എന്ന് പറയുന്നത് അത് ഘട്ടം ഘട്ടമായി പടിപടിയായി നിർവഹിക്കേണ്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതാണ് അവിടുന്ന് സഹാബത്തിന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇവിടെ നിങ്ങളുടെ കയ്യിലുള്ള കോപ്പിയിൽ കാണുന്നത് പോലെ ഫലിയകുൻ അവ്വല മാ തദ്ഉഹും ഇലൈഹി ഷഹാദതു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വാക്ക് അത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഹദീസിന്റെ പദമായി അത് കാണാൻ കഴിയില്ല. മറിച്ച് ഹദീസുകളിലൊക്കെ വന്നിട്ടുള്ളത് ഫല്യകുൻ അവ്വല മാ തദ്ഉഹും ഇലാ അൻ യുവഹിദുല്ലാഹ് അല്ലെങ്കിൽ ഫല്യകുൻ അവ്വല മാ തദ്ഉഹും ഇലാ ഇബാദത്തില്ലാഹ്. എന്ത് തന്നെയാണെങ്കിലും അർത്ഥം ഒന്ന് തന്നെയാണ്. അല്ലാഹുവിലേക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് നീ അവരെ ആദ്യമായി ക്ഷണിക്കുക. എന്നിട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ തൗഹീദിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ആദ്യം അതിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഏത് കാര്യത്തിലാണ് അള്ളാഹുവിനെ നമ്മൾ ഏകനാക്കേണ്ടത്? നമ്മൾ മുൻപ് പഠിച്ചതുപോലെ റുബൂബിയ്യത്തിലും ഉലൂഹിയ്യത്തിലും അസ്മാഉ വസിഫാത്തിലും ഈ മൂന്ന് വിഷയങ്ങളിലും അള്ളാഹുവിനെ അവർ ഏകനാക്കുന്നതിലേക്ക്, ആ തൗഹീദിലേക്ക് നീ അവരെ ക്ഷണിക്കുക. എന്നിട്ടോ ഫഇൻഹും അതാഊക ലിദാലിക്, അതിൽ ആ തൗഹീദിൽ നിന്നെ അവർ അനുസരിച്ചാൽ, ആ തൗഹീദിനെ അവർ നിനക്ക് കീഴ്പ്പെട്ടാൽ, ഫഅലിംഹും തൊട്ടുടനെ നീ അവരെ അറിയിക്കുക, അന്നല്ലാഹ അഫ്തറ അലൈഹിം ഖംസ സ്വലവാതിൻ ഫീ കുല്ലി യൗമിൻ വലൈല, ദിനരാത്രങ്ങളിലായി അഥവാ ഒരു ദിവസം 5 നേരത്തെ നമസ്കാരം അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന കാര്യം നീ അവരെ അറിയിക്കുക. അപ്പൊ ആദ്യം തൗഹീദാണ്. പിന്നീട് ആ തൗഹീദിന് കീഴ്പ്പെട്ടാൽ പിന്നീട് അറിയിക്കേണ്ട കാര്യമാണെന്ത്? അസ്സലാ, നമസ്കാരം എന്ന കാര്യം. ഈ ഹദീസിന്റെ തെളിവിന്റെ പിൻബലത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, മുസ്ലിമായ ഒരു വ്യക്തിക്ക് അവന്റെ മേൽ നിർബന്ധമായ നമസ്കാരങ്ങൾ ഏതാണ്? അസ്സലവാത്തുൽ ഖംസ്, 5 നേരമുള്ള നമസ്കാരമാണ്. അതുപോലെ വസ്സലാത്തുൽ ജുമുഅ, ജുമുഅ നമസ്കാരവുമാണ്. ഇതാണ് ഒരു വ്യക്തിയുടെ മേൽ നിർബന്ധമായ കാര്യം. വഅന്നൽ വിത്ര ലൈസ ബിവാജിബിൻ അല സഹീഹ്, വിത്ര നമസ്കാരം അത് വാജിബല്ല. അതാണ് ശരിയായ അഭിപ്രായം. ചില പണ്ഡിതന്മാർ ഹനഫി മദ്ഹബുകളിൽ വിത്ര വാജിബാണ്. എന്നാൽ ശരിയായ അഭിപ്രായം എന്താണ്? വിത്ര അത് വാജിബല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബലിനോട് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി പറയുന്നത് ഏത് കാര്യമാണ്? 5 നേര നമസ്കാരത്തിലേക്കാണ്. ഈ സംഭവം നടക്കുന്നത് ഹിജ്റ 10-ലാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് മരണപ്പെടുന്നതിന് തൊട്ട് മുൻപുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിത്ർ നമസ്കാരം അത് വാജിബല്ല എന്ന് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോൾ തൗഹീദ് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മം അത് നമസ്കാരം തന്നെയാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അയ്യൽ അമലി അഹബ്ബു ഇലല്ലാഹി, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? റസൂൽ പറഞ്ഞു അസ്സലാത്തു അലാ വഖ്തിഹാ, നമസ്കാരം അത് അതിന്റെ സമയത്ത് നിർവഹിക്കുക. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. എന്നിട്ട് വീണ്ടും റസൂൽ പറയുകയാണ്, ഫഇൻഹും അതാഊക ലിദാലിക്, ഇനി അവർ അതിൽ നിന്ന് അനുസരിച്ചാൽ, അഥവാ നമസ്കാരത്തിന്റെ കാര്യം അതിൽ അവർ നിന്നെ അനുസരിച്ചു, അതിൽ നിന്ന് അവർ കീഴ്പ്പെട്ടാൽ, ഫഅലിംഹും നീ അവരെ അറിയിക്കുക,
അന്നല്ലാഹ ഇഫ്തറദ അലൈഹിം സദഖ, അല്ലാഹു അവരുടെ മേൽ സദഖ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇവിടെ സദഖ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സകാത്താണ്. അപ്പോൾ ഈ സദഖ എന്നുള്ള പദം അത് ഖുർആനിലും അതുപോലെ തന്നെ ഫുഖഹാക്കൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവർ അവരുടെ ഗ്രന്ഥങ്ങളിൽ സദഖ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തേത് വാജിബായ സദഖയുണ്ട്, നിർബന്ധമായി നൽകേണ്ട സദഖ, അതാണ് ഇത് സകാത്ത് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഐച്ഛികമായ ദാനധർമ്മങ്ങൾ, സദഖത്തു അത്തതവ്വു. ഈ ഹദീസിൽ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? നിർബന്ധമായ സദഖയായ സകാത്തിനെ കുറിച്ചാണ്. കാരണം ഹദീസിന്റെ മറ്റു റിവായത്തിൽ നമുക്ക് കാണാം ഇഫ്തറദ അലൈഹിം സകാത അംവാലിഹിം, അവരുടെ സമ്പത്തിന്റെ സകാത്ത് അള്ളാഹു അവരുടെ മേൽ നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന കാര്യം ഈ അവരെ അറിയിച്ചു കൊള്ളുക. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സകാത്തിനെ കുറിച്ച് എന്ത് പറഞ്ഞിട്ടുണ്ട്? സദഖ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണാം ഖുദ് മിൻ അംവാലിഹിം സദഖതൻ, അവരുടെ സമ്പത്തിൽ നിന്ന് താങ്കൾ സദഖ സ്വീകരിച്ചു കൊള്ളുക, വാങ്ങിക്കൊള്ളുക. ഇവിടെ സദഖ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സകാത്താണ്. അതുപോലെ തന്നെ സകാത്തിന്റെ അവകാശികൾ 8 ആളുകളുണ്ട്, 8 വിഭാഗമുണ്ട്. അവരെ കുറിച്ച് പറയുന്ന ആയത്ത് അതെങ്ങനെയാണ് തുടങ്ങുന്നത്? ഇന്നമസ് സദഖാത്ത്, അവിടെ ഉദ്ദേശിക്കുന്നത് അത് സകാത്ത് മുതലുകൾ, സകാത്തിന്റെ മുതലുകൾ നൽകേണ്ടത്, അതല്ലാതെ ഐച്ഛികമായ സദഖയല്ല. അപ്പോൾ സദഖ എന്നുള്ള വാക്ക് അത് 2 അർത്ഥത്തിലും ഉപയോഗിക്കും. ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് സകാത്താണ്, നിർബന്ധമായ സകാത്തിനെ കുറിച്ചാണ്. അപ്പോൾ നിസ്കാരം കഴിഞ്ഞു, പിന്നെ അവരെ അറിയിക്കേണ്ട കാര്യം എന്താണ്? സകാത്തിനെ കുറിച്ചാണ്. ആ സകാത്ത് നിങ്ങളുടെ മേൽ നിർബന്ധമാണ്. എന്നിട്ടോ തുഖദു മിൻ അഗ്നിയാഇഹിം ഫതുറദ്ദു അലാ ഫുഖറാഇഹിം, അവരുടെ ധനികരിൽ നിന്ന് ആ സകാത്ത് സ്വീകരിക്കുകയും അവരിൽപ്പെട്ട ഫുഖറാക്കൾക്കിടയിൽ അത് വിതരണം ചെയ്യപ്പെടുകയും ചെയ്യും. സകാത്തിന്റെ അവകാശികൾ 8 എണ്ണമാണ്. പക്ഷേ ഈ ഹദീസിൽ ഒരു വിഭാഗമേ പറഞ്ഞിട്ടുള്ളൂ. ആരാണ്? അൽ ഫുഖറ, ദരിദ്രരായ ആളുകൾ. അപ്പോൾ സകാത്തിന്റെ സമ്പത്ത് അത് 8 വിഭാഗങ്ങൾക്കും കൊടുക്കണമെന്നില്ല. കാരണം 8 വിഭാഗവും ഒരു നാട്ടിൽ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് തന്നെ കൊടുത്താൽ അത് മതിയാകുന്നതാണ് എന്നതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു തെളിവാണ് സകാത്തിന്റെ സമ്പത്ത് അത് മുസ്ലിമീങ്ങൾക്ക് വിതരണം ചെയ്യാൻ പാടുള്ളൂ. സകാത്ത് കൊടുക്കുക അത് മുസ്ലിമീങ്ങൾക്ക് മാത്രമാണ്. റസൂലുള്ളാഹി പറഞ്ഞത് എന്താണ്? അവരുടെ ധനികരിൽ നിന്ന് അത് സ്വീകരിക്കുകയും അവരുടെ ഫുഖറാക്കളിൽ അഥവാ മുസ്ലിമീങ്ങളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ നിസ്കരിക്കുന്ന അതിനൊക്കെ കീഴ്പ്പെട്ട ആളുകൾ ആ ഫുഖറാക്കൾക്ക് അത് നൽകുക. അതാണ് ഈ ഹദീസിൽ നിന്നുള്ള തെളിവ്. അതുപോലെ തന്നെ സകാത്ത് ഒരാൾ അയാളുടെ സകാത്തിന്റെ സമ്പത്ത് അയാളുടെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് കൊടുക്കാൻ പാടില്ല. അതാണ് അസ്ല്, അടിസ്ഥാനം അതാണ്. എന്നാൽ തന്റെ നാട്ടിൽ മറ്റാരും ഇല്ല, സകാത്തിന് അവകാശികളില്ല എങ്കിൽ ആ മസ്ലഹത്ത് പരിഗണിച്ചു കൊണ്ടെന്ത് ചെയ്യാം? സകാത്ത് നമുക്ക് മറ്റു നാടുകളിൽ കൊടുക്കാവുന്നതാണ്. അതും ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ തെളിവ് പിടിച്ച കാര്യമാണ്. എന്നിട്ട് പറയുന്നത് നോക്കൂ, ഫഇൻഹും അതാഉ, അവർ നിനക്ക് അതിന് വഴിപ്പെട്ടാൽ, അഥവാ സകാത്ത് അള്ളാഹു നിർബന്ധമാക്കിയ സകാത്ത് അത് നിർബന്ധമാണെന്ന് അതവർ അനുസരിച്ചാൽ റസൂലുള്ളാഹി പറയുകയാണ് ഫഇയ്യാക, ഇയ്യാക എന്നുള്ള വാക്ക് ഹദീസുകളിൽ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടാവും. ഇയ്യാക എന്ന് പറഞ്ഞാൽ കലിമത്തു തഹ്ദീർ, സൂക്ഷിക്കണം, നീ ജാഗ്രത കൈക്കൊള്ളണം. അതാണ് ഇയ്യാക എന്ന് പറഞ്ഞാൽ. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് ഇയ്യാക വൽ കദിബ്, കളവിനെ സൂക്ഷിക്കണം, ആ കളവ് നിങ്ങൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ ഇയ്യാക്കും വമുഹ്ദസാത്തിൽ ഉമൂർ, പുത്തനാചാരങ്ങൾ, ബിദ്അത്തുകൾ, അതിനെ നിങ്ങൾ സൂക്ഷിക്കണം. അപ്പോൾ ഇയ്യാക്കും എന്നുള്ള വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ അത് സൂക്ഷിക്കാനുള്ള, ജാഗ്രത കൈക്കൊള്ളാനുള്ള ഒരു കൽപ്പനയാണ്, താക്കീതാണ്. എന്താണ് പറയുന്നത്? വകറായിമ അംവാലിഹിം, സകാത്ത് സൂക്ഷിക്കുമ്പോ, സകാത്ത് സ്വീകരിക്കുമ്പോ അവരുടെ സ്വത്തിൽ നിന്ന് ഏറ്റവും മുന്തിയ ഇനം അത് നീ സ്വീകരിക്കുന്നത്, അത് തെരഞ്ഞു പിടിക്കുന്നത് നീ സൂക്ഷിക്കണം. അപ്പോൾ സകാത്ത് സ്വീകരിക്കാൻ വരുന്ന ആളുകൾ അവർ സകാത്ത് സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഏറ്റവും മുന്തിയ ഇനത്തെ സ്വീകരിക്കാൻ പാടില്ല. പണ്ട് കാലങ്ങളിൽ കാലികളാണ്, ഉദാഹരണമായി ഒട്ടകങ്ങൾ അതല്ലെങ്കിൽ ആടുകൾ ഉണ്ടാകും. അപ്പോൾ ആടുകളുടെ സകാത്ത് കൊടുക്കുമ്പോൾ അതിൽ ഏറ്റവും മുന്തിയ ഇനം ആടുകൾ എന്താക്കരുത്? നമ്മൾ തെരഞ്ഞു പിടിക്കരുത്. എന്നാൽ സകാത്ത് നൽകുന്ന വ്യക്തി അവനത് കുഴപ്പമില്ല, അതവന് ഇഷ്ടമാണെങ്കിൽ, അവന് താല്പര്യമുണ്ടെങ്കിൽ അത് സ്വീകരിക്കാവുന്നതാണ്. അതല്ലാതെ സകാത്ത് സ്വീകരിക്കാൻ വരുന്ന, അത് ശേഖരിക്കാൻ വരുന്ന ആളുകൾ ഇത്തരത്തിലുള്ള അവരുടെ മുന്തിയ ഇനം സ്വത്തുക്കൾ അതെന്താക്കരുത്? തെരഞ്ഞു പിടിച്ച് വാങ്ങിക്കാൻ പാടില്ല. അതുപോലെ സകാത്ത് കൊടുക്കുന്നവനോ അവൻ ഏറ്റവും വില കുറഞ്ഞതും കൊടുക്കാൻ പാടില്ല, മറിച്ച് അവൻ കൊടുക്കേണ്ടത് ഒരു മധ്യമമായ ഒരു കാര്യമായിരിക്കണം. അതാണ് ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുന്നത്. അപ്പോൾ വിലപിടിപ്പുള്ള മുന്തിയ കാര്യം എന്താക്കരുത്? നീ തെരഞ്ഞു പിടിക്കരുത്. അങ്ങനെ മുന്തിയ കാര്യം തെരഞ്ഞു പിടിക്കുക എന്നുള്ളത് അതെന്താണ്? അവരോട് ചെയ്യുന്ന ദുൽമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തൊട്ടുടനെ പറയുകയാണ് ഇത്തഖിദ് ദഅവത്തൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന, മദ്ലൂമിന്റെ പ്രാർത്ഥനയെ നീ സൂക്ഷിക്കണം. ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്, അവന്റെ ആ പ്രാർത്ഥനയ്ക്കും അല്ലാഹുവിനുമിടയിൽ ഒരു മറയില്ല, അതിന് ഉത്തരം ലഭിക്കപ്പെടുന്നതാണ്, അവൻ കാഫിറാണെങ്കിലും എന്നുവരെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി വിശദീകരണം
അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പറയാവുന്നതാണ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.